ശുശ്രൂഷയിൽ എത്രയോ രോഗികളെ യേശു സൗഖ്യമാക്കിയിരിക്കുന്നു. യേശു സൗഖ്യമാക്കിയിരിക്കുന്നു. എത്രയോ ആളുകളോട് പ്രവചിച്ചിരിക്കുന്നു. എത്രയോ ആളുകളുടെ ജീവിതത്തിൽ ആ പറഞ്ഞ പ്രൊഫസികൾ, പ്രവചനങ്ങൾ അക്ഷരം പ്രതി ദൈവം ചെയ്തിരിക്കുന്നു. പക്ഷെ അതിലെല്ലാം ഏറെ ഞാൻ സന്തോഷിക്കുന്നത് ജീവിതം യേശു കർത്താവിന് വേണ്ടി ആ വ്യക്തികൾ സമർപ്പിച്ച് ഇപ്പോഴും സ്റ്റിൽ ടുഡേ ഇപ്പോഴും അവർ യേശുവിനായി ജീവിക്കുന്നതാണ്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ടിൽ ടുഡേ ദാറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് മിറക്കിൾ. ദാറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് തിങ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഞാൻ എറണാകുളത്തെ നമ്മുടെ ചർച്ചിലെ മീറ്റിങ്ങിൽ വരുമ്പോൾ എപ്പോൾ വന്നാലും എപ്പോൾ ഇവിടെ ആയിരുന്നാലും ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറയാറുണ്ട്, കർത്താവെ, വലിയ ഒരു കൊതിയുള്ള വളരെ ആഗ്രഹമുള്ള ഒരു കൂട്ടത്തിൻ്റെ നടുക്കോട്ട എൻ്റെ ആത്മീക മക്കളുടെ അടുക്കലേക്ക് ദൈവം എന്നെ അയക്കുന്നത്. ഒരിക്കലും കർത്താവെ നീ ഒന്നും കുറച്ച് കളയരുത്, അവിടെ ഒന്നും കുറഞ്ഞു പോകരുത് എന്നെപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. 2 വചനങ്ങൾ ദൈവാത്മാവ് എനിക്ക് തന്നു. ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞ് ശുശ്രൂഷയിലേക്ക് വരികയാണ്. 2 വചനങ്ങൾ കർത്താവ് എനിക്ക് തന്നു. അപ്പം ഞാൻ ആ വചനങ്ങൾ ലഭിച്ചു, അത് ഞാൻ എഴുതി വെച്ചു, ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് കർത്താവ് ഇന്ന് രാവിലെ അത് ദൈവമാണ് തന്ന വചനമാണെന്നുള്ളതിന് ഒരു കൺഫർമേഷൻ തന്നു. ആ കൺഫർമേഷൻ ഇങ്ങനെയാണ്. ഞാൻ ആദ്യം ഇന്ന് പറയാൻ പോകുന്ന കാര്യം എബി ബ്രദർ പ്രാർത്ഥിക്കാൻ കയറി വന്നപ്പോൾ, ഞാൻ ഇവിടെ ഇല്ല, ആ സമയത്ത് ചർച്ചിലില്ല, ഞാൻ റൂമിലാണ്, ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ്. ലൈവ് അവിടെ സൈഡിൽ ഓണായിരിക്കുകയാണ്. എബി ബ്രദർ പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ ഞാൻ ആദ്യം ഇന്ന് ദൈവം എന്നോട് അറിയിച്ച വചനം അദ്ദേഹം പറഞ്ഞു. പ്രധാനമായി എടുക്കേണ്ടതായ ശുശ്രൂഷയിൽ ദൈവം എനിക്ക് തന്ന വചനം, പ്രീതി ആൻറ്റി പ്രാർത്ഥിക്കാൻ കയറിയപ്പോൾ പ്രീതി ആൻറ്റി പറഞ്ഞു. ഇത് ലൈവ് ഇന്ന് ഒന്നുകൂടെ പുറകോട്ട് ഓടിച്ച് കാണുന്നവർക്ക് ഇത് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ നല്ല മെമ്മറി ഉള്ളവരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ബൈബിൾ എടുത്തേ, സാംസ് 23. എവരിവൺ കൻ യു പ്ലീസ് ടേൺ ഓൺ യുവർ ബൈബിൾ. സാംസ് 23, 23-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പൂർണ്ണമായ സങ്കീർത്തനം നമ്മൾ ഒന്നിച്ച് വി ആർ ഗോയിങ് ടു റീഡ് ടുഗദർ. നമ്മൾ ഒന്നിച്ചൊന്ന് വായിക്കാൻ പോവുകയാണ്. അനിൽ പാസ്റ്റർ വായിക്കുമ്പം ലീഡ് ചെയ്തു. പാസ്റ്റർ ലീഡ് ചെയ്യും. എല്ലാവരും ചേർന്ന് പാസ്റ്റർ കൂടെ നമുക്ക് ഒന്നിച്ച് വായിക്കാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിൽ താഴിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പല ആളുകളും ബൈബിള് തുറന്നേ ഉള്ളൂ, എല്ലാവരും കാണാതാ പറഞ്ഞു. അത്രയും അധികം നമുക്കറിയാവുന്ന, അത്രയും അധികം നമുക്ക് അടുപ്പമുള്ള, അത്രയും അധികം നാം വായിച്ചിട്ടുള്ള, അത്രയും അധികം നാം ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണിത്. എന്താണ് ഇന്ന് രാവിലെ ലൈവിൽ വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിലും ഈ ചർച്ചിൽ കൂടിയിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോടുള്ള ബന്ധത്തിലും ഈ വചനത്തിന് പ്രസക്തിയുള്ളത്? 100% ഇന്ന് ഈ തിരുവെഴുത്തുകളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഈ ശുശ്രൂഷയിൽ ഇന്ന് പങ്കെടുക്കുന്ന ഈ ആദ്യ പകുതിയിൽ ഞാൻ പ്രസംഗിക്കുന്ന ഈ ഭാഗത്തിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ഹീലിങ്ങുകളും ഡെലിവറൻസുകളും ദൈവത്താൽ ഉണ്ടായി വരും. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം കാണാതെ അറിയാവുന്നവരെന്ന് കൈകൾ ഉയർത്തി. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഹല്ലേലൂയ. ഞാൻ ആദ്യം വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിച്ച ഒരു വേദഭാഗം, ഒരു ചാപ്റ്റർ, ഒരു വചനം സങ്കീർത്തനം 23. എനിക്ക് 17 വയസ്സ് പ്രായമുള്ള സമയത്ത് ഞങ്ങളുടെ യുവജന സഖ്യത്തിൽ മർത്തോമയിൽ ആയിരുന്ന സമയത്ത് യുവജന സഖ്യത്തിൽ അതിൻ്റെ ഒരു മീറ്റിങ്ങിൽ ഞാൻ ആദ്യം എഴുന്നേറ്റ് പ്രസംഗിച്ച ദിസ് വേർഡ് ആൻഡ് ദിസ് ചാപ്റ്റർ ഈസ് മൈ ഫസ്റ്റ് മെസ്സേജ്. ഞാൻ ആദ്യം പ്രസംഗിച്ച വാക്ക് സാംസ് 23 ആണ്, 23-ാം സങ്കീർത്തനമാണ്. ഞാനൊരു കോമ്പറ്റീഷന് ഞങ്ങളുടെ പള്ളിയിൽ ആദ്യം പാടിയ പാട്ട് ഈ പാട്ടാണ്. അന്ന് ഒരു കോമ്പറ്റീഷൻ. ഇപ്പോൾ ആ പാട്ടിന് എത്ര പ്രസക്തി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല.
ഞാൻ മറന്നും പോയി ശരിക്കും. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. പച്ചിളം പുല്ലിൻ മൃദുശൈകയിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയാർന്നോ ഉറവിങ്കലേക്കും അവൻ എന്നെ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. കൂരിരുളിൻ താഴ്വരയിൽ ഏകനായാലും ഞാനൊരനർത്ഥവും ഭയപ്പെടില്ല. ഉന്നതനോടു കൂടെയുണ്ടല്ലോ, തന്നിടുന്ന ശ്വാസം തൻ വഴിമേ. യഹോവയാം ദൈവമൻ ഇടയനത്രേ, ഇഹത്തിലെനിക്കൊരു കുറവുമില്ല. ഈ പാട്ടാണ് ആദ്യം പാടിയത്. എനിക്ക് പക്ഷെ പ്രൈസ് കിട്ടിയില്ല. അന്ന് ഈ പാട്ട് പാടിയതിൽ എനിക്ക് 3-ാം സ്ഥാനമാണ് കിട്ടിയത്. കാരണം എനിക്കൊന്ന് പാടാൻ അറിഞ്ഞുകൂടായിരുന്നു. എൻ്റെ ശബ്ദം മാറിയതും എൻ്റെ ശൈലികൾ മാറിയതും എൻ്റെ മേളിൽ ദൈവത്തിന്റെ അഭിഷേകം വന്നതിന് ശേഷമാണ്. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. എൻ്റെ വോയിസ് ചേഞ്ച് ആയത്, എൻ്റെ വോക്കൽ ചേഞ്ച് ആയത്, എൻ്റെ ലൈഫിൽ മുഴുവൻ മാറ്റങ്ങൾ സംഭവിച്ചത് കർത്താവ് എന്നെ അഭിഷേകം ചെയ്തതിന് ശേഷമാണ്. ഈ സങ്കീർത്തനത്തിനകത്ത് ദാവീദ് പറയുന്നു, The Lord is my shepherd. യഹോവ എൻ്റെ ഇടയനാകുന്നു. ഈ എൻ്റെ എന്ന് പറയാൻ എല്ലാ കാര്യങ്ങളിലും പറയാൻ പറ്റൂല. നമ്മൾ പറയാറുണ്ട് എൻ്റെ കാറ്. എൻ്റെ കാർ എന്ന് പറയുന്നവരെന്ന് കൈ ഉയർത്തി അല്ലേ, എൻ്റെ കാറ്. പക്ഷെ എൻ്റെ കാറ് ചില നാളുകൾ കഴിയുമ്പോൾ, നിങ്ങൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ ഒരു പക്ഷേ അത് വേറെ ആരുടെയെങ്കിലും കാറാവും. ഹല്ലേലൂയ. എൻ്റെ വസ്തു എന്ന് പറഞ്ഞ ആ വസ്തു ചിലപ്പോൾ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും, വേറൊരു വസ്തു മേടിക്കേണ്ടി വരും. ചിലപ്പോൾ അത് മറ്റൊരു വ്യക്തിയുടെ ആകാം. എൻ്റെ ബൈക്ക്, എൻ്റെ സൈക്കിൾ. ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിൽ എൻ്റേതെന്ന് പറഞ്ഞ് നിൽക്കുന്ന എന്തുണ്ട്? ഇപ്പോൾ എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞതുപോലും വേറൊരാളുടെ ഭാര്യയും ഭർത്താവും ആയില്ലേ? ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. അങ്ങനെ എത്രയോ കാര്യങ്ങൾ, എന്തെല്ലാം ഒന്ന് പരിശോധിച്ചു നോക്കിയേ, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നു. എൻ്റെ സ്വന്തമാണത്, ഇത് എൻ്റേതാണ്, ഇത് മാറ്റമില്ലാത്തതാണ്, ഇവിടെയും തീരുന്ന, ഈ ഭൂമിയിലും ഈ ബന്ധം തീരുന്നതല്ല എന്ന് പറയുന്ന ഒന്നുണ്ടെങ്കിൽ യഹോവ, The Lord is my shepherd. യഹോവ എൻ്റെ ഇടയനാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും, എല്ലാത്തിലും അപ്ഗ്രേഡേഷൻസ് ഉണ്ടാകും, എല്ലാം മാറാം, എല്ലാത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷെ എന്റേതെന്ന് പറയാൻ എനിക്കുള്ളത് എന്റെ ദൈവമാണ്. അതൊരു ദാവീദ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതൊരു ഒരു പ്രസന്റ് റിലേഷനാണ്. എനിക്ക് മുട്ടുണ്ടാകില്ല, അത് പ്രസന്റ് അല്ല, അത് ഫ്യൂച്ചറാണ്. യഹോവ എന്റെ ഇടയനായി പ്രസന്റ്ലി ഉണ്ടെങ്കിൽ എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ഞാൻ ആകുലപ്പെടുന്നില്ല, എനിക്ക് മുട്ടുണ്ടാകില്ല. ഹല്ലേലൂയ. യഹോവ എന്റെ ഇടയനാണെങ്കിൽ എന്റെ ഫ്യൂച്ചർ സേഫ് ആയിരിക്കും. യഹോവ എന്റെ ഇടയനാണെങ്കിൽ എന്റെ ലൈഫ് ബ്ലെസ്ഡ് ആയിരിക്കും. ദൈവം എന്റെ ഒപ്പമുണ്ടെങ്കിൽ ഞാൻ വിജയിച്ചിരിക്കും. ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇന്ന് പകൽ എനിക്കൊരു ദൈവമുണ്ട് എന്ന് പറയുന്നവരൊന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. എനിക്കൊരു ദൈവമുണ്ട് എന്ന് പറയുന്ന ആ വിശ്വാസവും ആ പ്രഖ്യാപനവുമാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതമായി പരിണമിക്കുന്നത്.
ഹല്ലേലൂയ. എനിക്ക് ഒരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. ഏലിയാവ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ ആഹാബിന്റെ കൊട്ടാരത്തിനകത്ത് കയറി ദുഷ്ടനായ ഭരണാധികാരിയായ ആഹാബിനോടും ഇസബേലിനോടും ഏലിയാവ് എന്ന് പറയുന്ന ദൈവ മനുഷ്യൻ പ്രവാചകൻ കയറി പറയുകയാണ്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ആ പ്രസന്റ് റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ ഫ്യൂച്ചറുകളെ ഓർത്ത് നിങ്ങൾ വറീഡ് ആകാതിരിക്കാനുള്ളതിന്റെ അടിസ്ഥാനം. ഞാൻ ഒന്നുകൂടെ പറയാം. നാളുകളെ ഓർത്ത് ഭാരമുള്ളവർ ഇതിലുണ്ട്, തലമുറകളെ ഓർത്ത് വിഷമിക്കുന്നവർ ഇതിനകത്തുണ്ട്, ജീവിതത്തിന്റെ പല വിഷയങ്ങളിൽ ഓർത്ത് ചലഞ്ചസിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് ഈ ആലയത്തിൽ വന്നിട്ടുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, ഒന്നും ചിന്തിക്കണ്ട, ഒന്നും ആകുലപ്പെടണ്ട, ഒരു വിഷയത്തെ ഓർത്തും വറീഡാകണ്ട, ഒരു കാര്യത്തിലങ്ങ് ഉറച്ചാൽ മതി. എനിക്ക് സർവശക്തനായ ഒരു ഒടയ തമ്പുരാൻ, ഒരു ദൈവം ഉണ്ട് എന്ന് ഉറച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഞാൻ അറിയുന്നു. ഞാൻ ഈ ഭൂമിയിൽ വിശ്വസിച്ച പലരെയും വിശ്വസിക്കാൻ കൊള്ളാത്തവരായിരുന്നെന്ന് പിൽക്കാലങ്ങളിൽ ഞാൻ മനസ്സിലാക്കി. ഞാൻ വിശ്വസിച്ചിരുന്ന പലരും എന്നെ വിശ്വസിച്ചില്ല എന്ന് പിൽക്കാലങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു. പക്ഷെ ഫെയിലായി പോകാത്ത, പരാജയപ്പെടാത്ത ഒരു വിശ്വാസം ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് എന്റെ ദൈവത്തോടുള്ള വിശ്വാസമാണ്, ആ കർത്താവിനോടുള്ള ബന്ധമാണ്. കൈകൾ അടിച്ച് കർത്താവിന് ഒന്ന് നന്ദി പറഞ്ഞ് ഇരു കരങ്ങളും അടിച്ച് ശബ്ദമുയർത്തി ഹല്ലേലൂയ, ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഫെയിലിയർ ആയി പോകാത്ത, പരാജയപ്പെടാത്ത വിശ്വാസം. പറഞ്ഞേ, പരാജയപ്പെടാത്ത വിശ്വാസം. ഈ ആഹാബ് എന്ന് പറയുന്ന ദൈവമനുഷ്യന്റെ മുൻപിൽ ഏലിയാവ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ഇത്ര അധികാരത്തോടെ, ഇത്ര ശക്തിയോടെ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന് പറയാനുള്ള തന്റെ ഇടം. ഞാൻ ഒന്ന് വാ തുറന്ന് പറഞ്ഞ ധൈര്യം. ഇത് പലരുടെ അകത്തുനിന്ന് ഇങ്ങനെ ഒഴുകി പോകുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പല സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാൻ കഴിയാതെ ആ ഒരു ബോൾഡ്നെസ് നഷ്ടപ്പെട്ടു പോകുന്ന, ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്ന അനുഭവങ്ങളിലൂടെ പോകുന്നവർ ഈ ആരാധനയിലോ ഓൺലൈൻ സർവീസിലോ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, സർവശക്തനാകുന്ന ദൈവം 365 ദിവസവും നിന്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു വാക്കാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. കരങ്ങൾ അടിച്ച് അധരങ്ങൾ തുറന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. ഓ റബ ശന്തല വൈഡവർദ്ധകനഗടക ശന്തൽ പ്രഭാതര. കർത്താവേ, എവിടേക്കോ ധൈര്യം ചോർന്നു പോകുന്നവർ, എവിടേക്കോ കറേജുകൾ നഷ്ടപ്പെടുന്നവർ, എവിടേക്കോ കോൺഫിഡൻസുകൾ നഷ്ടമായി പോകുന്നവർ, എവിടേക്കോ ഡൗൺ ആയി പോകുന്നത് പോലെ ചിന്തിക്കുന്നവർ ഇന്ന് ഈ ആരാധനയിൽ എന്നെ ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ആത്മമനുഷ്യനിൽ, അവരുടെ ചിന്തയിൽ അവർക്കൊരു വിചാരം, ഒരു വെളിപ്പാട് ഉണ്ടാകട്ടെ. എനിക്ക് എന്റെ കൂടെ എല്ലായ്പ്പോഴും, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത സർവശക്തനായ ഒരു ദൈവം എന്റെ കൂടെയുണ്ട്. കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, എനിക്ക് വലിയവനായ ഒരു ദൈവമുണ്ട്. പല ആളുകളും പറയുന്നത്, പ്ലീസ് ബി സീറ്റ്, പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് പറയുന്ന പോലൊന്നുമല്ല, ദൈവദാസൻ പറയുന്ന പോലൊന്നുമല്ല, എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട്. കൂടുതൽ ആളുകളും പറഞ്ഞത് കേൾക്കുന്നത് അതാണ്, എനിക്ക് വലിയൊരു പ്രശ്നമുണ്ട്, എനിക്ക് വലിയൊരു രോഗമുണ്ട്, എനിക്ക് വലിയൊരു കടമുണ്ട്, എനിക്ക് വലിയൊരു പ്രോബ്ലം ഉണ്ട്. നിങ്ങൾക്കൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നിങ്ങൾ വന്നേ. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 27-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ കപ്പൽ കയറി ഇത്താലിയക്ക് പോകണമെന്ന് കൽപ്പനയായപ്പോൾ പൗലോസിനെയും മറ്റു ചില തടവുകാരെയും ഔഗത്യോസ് പട്ടാളത്തിലെ ശതാധിപനായ യൂലിയോസിനെ ഏൽപ്പിച്ചു. അവിടെ 4-ാമത്തെ വാക്ക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. കാറ്റ് പ്രതികൂലമാകിയാൽ. വായികൾ തുറന്ന് പറഞ്ഞേ, പ്രതികൂലം. എന്തെങ്കിലും പ്രതികൂലം അനുഭവിക്കുന്നവരുണ്ടോ? ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം, ദൂരസ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാറ്റ് പ്രതികൂലമാകയാൽ. പ്രതികൂലം. 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, കാറ്റ് സമ്മതിക്കായകയാൽ.
അങ്ങോട്ട് സമ്മതിക്കുന്നില്ല, അങ്ങോട്ട് വിടുന്നില്ല, അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. എന്തോ ഒരു കാര്യം പുറകിൽ നിന്ന് വലിക്കുന്ന പോലെ, എന്തോ ഒരു കാര്യം നടക്കാത്ത പോലെ, അങ്ങോട്ട് സമ്മതിക്കാത്തത് പോലെ, എവിടെയോ ഇങ്ങനെ സ്റ്റക്കായി ബ്ലോക്കായി കിടക്കുന്നവർ. 2 വാക്കുകൾ അവിടെ ഉണ്ട്. ഒന്ന് കാറ്റ് പ്രതികൂലമായിരുന്നു, കാറ്റ് സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പോൾ ഈ സമയത്ത് 10ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണനും ഏറിയ കഷ്ടനഷ്ടങ്ങൾ വരും എന്ന് ഞാൻ കാണുന്നു. ഒരു അഭിഷിക്തൻ, ഒരു പ്രവാചകൻ, ഒരു അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്ന് നിങ്ങളെ നോക്കി പറയുക, നിങ്ങളുടെ ജീവിതം തകരുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞത് ആരും മിണ്ടുന്നില്ലല്ലോ. ഇത് പറഞ്ഞതാരാ? സാക്ഷാൽ പൗലോസ് അപ്പോസ്തലനാണ് പറയുന്നത്. നമ്മുടെ എല്ലാം പ്രാണൻ അപകടത്തിലാകുന്നു, കഷ്ടനഷ്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ കാണുന്നു, ഞാനത് മനസ്സിലാക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവദാസന്റെ വായിൽ നിന്ന്, നമ്മൾ വിശ്വസിക്കുന്ന അതിശ്രേഷ്ഠനായ ഒരു അഭിഷിക്തന്റെ വായിൽ നിന്നൊക്കെ അങ്ങനെ ഒരു വേർഡ് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഡൗൺ ആയി പോകും. ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ പൗലോസും കൂട്ടരും ഡൗൺ ആയി നിൽക്കുകയാണ്. അവർ ഡൗൺ ആണ് ഓൾറെഡി, അവർ ടെൻസ്ഡ് ആണ് ഓൾറെഡി, അവർ വറീഡ് ആണ് ഓൾറെഡി, അവർ പ്രശ്നത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസിന് അത് പറയേണ്ടി വന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ സിറ്റുവേഷൻ നിൽക്കുമ്പോൾ 14ാമത്തെയും 15ാമത്തെയും വാക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് വിരോധമായി ഈശാനമൂലം നിന്ന് കൊടുങ്കാറ്റടിച്ചു. 15ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കുകയാണ്, ഞങ്ങൾ കാറ്റിന്റെ നേരെ നിൽക്കാൻ കഴിയാതെ വണ്ണം, പറഞ്ഞ പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റാത്ത വണ്ണം, പ്രതികൂലത്തിന്റെ നടുവിൽ നിൽക്കാൻ പറ്റാത്ത വണ്ണം, കാറ്റിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. എന്ന് വെച്ചാൽ കാൽ തറയിൽ ഉറയ്ക്കുന്നില്ല, ആ നിലയിലുള്ള കാറ്റാണ് അടിക്കുന്നത്. ഹല്ലേലൂയ. 20ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെ സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെ വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കിയാൽ ഞങ്ങൾ രക്ഷപ്പെടും എന്ന ആശയൊക്കെയും അറ്റുപോയി. ഓ ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരു സാധാരണ ഒരാള് പറയാണ്, കാര്യങ്ങളൊന്നും നടക്കും തോന്നുന്നില്ല ബ്രദറെ, പാസ്റ്ററെ കാര്യങ്ങളൊക്കെ എന്തായി തീരുമെന്ന് എനിക്ക് അറിയത്തില്ല, ഭയങ്കര പ്രശ്നത്തിലൂടെ ഞാൻ പോവുക എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അനിൽ പാസ്റ്റർ സ്റ്റേജിൽ കയറിയിട്ട് അനിൽ പാസ്റ്റർ പറയുകയാണ്, നമ്മൾ ഭയങ്കര പ്രശ്നത്തിലാണ്, ദാണ്ട് ആ ഇരിക്കുന്ന ബ്രദർ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഹല്ലേലൂയ, ആ ഇരിക്കുന്ന സഹോദരൻ റെഡിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ വലിയ പ്രതിസന്ധിയിലാകാൻ പോവാണ്. സഹോദരങ്ങളെ, നമുക്ക് ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല, നമ്മുടെ പ്രതീക്ഷയെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നൊരു ദൈവദാസൻ പറഞ്ഞാൽ, അത് ലീഡർ അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ കൂട്ടം, വിശ്വസിച്ച കൂട്ടം അങ്ങനെ ചിന്തിച്ചാൽ എല്ലാം കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് ഒറ്റ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ആശയൊക്കെയും അറ്റുപോയി. ഈ ആരാധന മധ്യയിൽ ജീവിതത്തിന്റെ ഹോപ്പ്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, തലമുറകളെ, മോനെ കുറിച്ചുള്ള, മകളെ കുറിച്ചുള്ള, കൊച്ചുമക്കളെ കുറിച്ചുള്ള, ഹസ്ബൻഡിനെ കുറിച്ചുള്ള, വൈഫിനെ കുറിച്ചുള്ള, ബിസിനസിനെ കുറിച്ചുള്ള, നിങ്ങളുടെ പ്രവർത്തന മേഖലകളെ കുറിച്ചുള്ള, ശുശ്രൂഷകളെ കുറിച്ചുള്ള പ്രതീക്ഷകളെല്ലാം ഇങ്ങനെ ഡൗൺ ആയി, എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്നൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ഇനി എന്നെയും കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല, എൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു അവസാനത്തെ പോയിന്റിൽ നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് മാത്രം പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിലൂടെ ഇടപെടുന്നു. നീ എപ്പോൾ എല്ലാം കൈവിട്ടു പോയി, ആശ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി, ഞാൻ വലിച്ചു കെട്ടിയ അവസാനത്തെ പായ്ക്കപ്പലിന്റെ തുണിയും പായും പറന്നുപോയി എന്ന് നീ പറയുന്നു, ആ മൊമെന്റിൽ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങിയിരിക്കും. ഇത് ഞാൻ ഈ സഭയോട് പ്രവചിക്കുകയാണ്, ഞാൻ ഈ കൂട്ടത്തോട് അത് പ്രഖ്യാപിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ഞാൻ ഒന്നും ചെയ്യാൻ മേലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ മേലാത്തൊരു പോയിന്റിൽ ഞാൻ വന്നിരിക്കുകയാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, എരിയുന്ന തീച്ചൂളയ്ക്കകത്ത് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ വലിച്ചെറിഞ്ഞപ്പോൾ തീച്ചൂളയുടെ നടുവിൽ 4ാമനായി ഇറങ്ങി വന്നവൻ, ദാനിയേലിനെ സിംഹത്തിന്റെ കുഴിയിലേക്ക് ഇട്ടപ്പോൾ സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന് സിംഹത്തിന്റെ വായെ അടച്ചവൻ, ഇന്ന് പകൽ ഈ ആരാധന മധ്യയിൽ
ഒരു ഇമ്പോസിബിൾ സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അത് ഫൈനാൻസ് ആയിരിക്കാം, ജനറേഷൻ ആയിരിക്കാം, നിങ്ങളുടെ ഹെൽത്ത് ആയിരിക്കാം, മിനിസ്ട്രി ആയിരിക്കാം, ഏത് മേഖലയാണെങ്കിലും വിശ്വസിച്ചേ എനിക്കൊരു ദൈവമുണ്ട്. യഹോവ the Lord is my shepherd. The Lord is my shepherd. യഹോവ എൻ്റെ ഇടയനാകുന്നു, എൻ്റെ ഇടയനാകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചു കർത്താവിന് അധരങ്ങൾ തുറന്ന് ശബ്ദമുയർത്തി നന്ദി പറഞ്ഞേ. ഓ ഹല്ലേലൂയ. Please visit. This message is very important. ഈ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം വിളിച്ചു പറഞ്ഞ പാസ്റ്റർ, ഇതെല്ലാം വിളിച്ചു പറഞ്ഞ അപ്പോസ്തലൻ, ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, ഒരു രാത്രി കഴിഞ്ഞ് ഒറ്റ നൈറ്റ് കഴിഞ്ഞ്, നമ്മുടെ ഭാഷ പറഞ്ഞാൽ അടുത്ത ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയമായപ്പോൾ, ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സൂര്യനെയോ നക്ഷത്രങ്ങളെ പോലും ഇവർക്ക് കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ നിങ്ങൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല, നമ്മുടെ ആശയൊക്കെ നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ പ്രതീക്ഷയെല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ ദൈവമനുഷ്യൻ 22-ാം വാക്യത്തിൽ വരുമ്പോൾ, ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അടുത്ത പ്രസംഗവുമായി, അടുത്ത സ്റ്റേറ്റ്മെന്റുമായി, അടുത്ത വാക്കുമായി ഈ കപ്പലിൽ ഇരിക്കുന്നവർ അരികിൽ വന്ന് പറയുന്നു, എങ്കിലും ഇങ്ങനെയൊക്കെ ആണെങ്കിലും, അവസാനത്തെ പായും പറന്നു പോയെങ്കിലും, കപ്പലിന്റെ പലകകൾ ഇളകിക്കൊണ്ടിരിക്കുകയാണെങ്കിലും, വള്ളത്തിനകത്ത് വെള്ളം കയറുകയാണെങ്കിലും, നമ്മൾ ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള സാഹചര്യം നമുക്ക് ചുറ്റും ഉണ്ടെങ്കിലും, ഇപ്പോൾ ധൈര്യത്തോടിരിപ്പീൻ. കപ്പലിനല്ലാതെ നിങ്ങളുടെ ആരുടെയും പ്രാണന് ഹാനി വരത്തില്ല. എന്താണ് അതിന്റെ കാരണം? 23-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. എന്റെ ഉടയവൻ പറഞ്ഞ്, എന്റെ ദൈവം, എന്റെ ഉടയവൻ, എന്റെ ഉടയവൻ, എന്റെ ദൈവം. ഹല്ലേലൂയ. അങ്ങനെ പറയാൻ കഴിയുന്ന എത്ര പേര് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു? എന്റെ ഉടയവൻ. Oh, in the name of Jesus. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വന്നു. 24-ാം വാക്യത്തിൽ പറയുന്നു, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുൻപിൽ നിൽക്കേണ്ടതാകുന്നു, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു. Not be afraid. നീ ഭയപ്പെടരുത്. Please be seated. നീ ഭയപ്പെടരുത്, നിങ്ങൾ ഭയപ്പെടരുത്. എന്താണ് അതിന്റെ കാരണം? 23-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, എന്റെ ഉടയവൻ. കപ്പലിന്റെ പലക ഇളകിയാലും, അവസാനത്തെ പായ് പറന്നുപോയാലും, എല്ലാവരും വെള്ളത്തിൽ വീണ് മരിക്കുമെന്ന സാഹചര്യം ഉണ്ടായാലും, കപ്പല് ഫെയിലായാലും, കപ്പലിന്റെ സംവിധാനം പരാജയപ്പെട്ടാലും, പായുടെ സംവിധാനം പരാജയപ്പെട്ടാലും, തുഴയുന്നവന്റെ സംവിധാനം പരാജയപ്പെട്ടാലും, സകല സിസ്റ്റവും അടിച്ചു പോയാലും, എനിക്ക് പരാജയപ്പെടാത്ത വേറൊരു സംവിധാനമുണ്ട്. ഓ ഹല്ലേലൂയ. ഇന്ന് പകലത് വിശ്വസിക്കുന്നവർ, ഇന്ന് പകലത് വിശ്വസിക്കുന്നവർ, വൈദ്യശാസ്ത്രം എന്നും പറയട്ടെ, മനുഷ്യൻ എന്നും പറയട്ടെ, നാട്ടുകാരെന്തും പറയട്ടെ, അസൂയക്കാരൻ എന്നും പറയട്ടെ, പരിഹാസി എന്നും പറയട്ടെ, പക്ഷേ ഇതിന്റെ നടുവിലും എന്റെ തലയെ ഉയർത്തി എന്നെ മാനിക്കുന്ന, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഉടയവൻ എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ചു കർത്താവിന് നന്ദി പറയാം. ഓ, അന്യഭാഷയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏഞ്ചലിക് എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ, ഏഞ്ചലിക് എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ, ഏഞ്ചലിക് എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ, ഏഞ്ചലിക് എൻകൗണ്ടറുകൾ ഉണ്ടാകട്ടെ. വിശ്വസിക്കാവോ? ഞാൻ ഈ അവസ്ഥയിൽ തുടരത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ കൈയടിച്ചാൽ മതി. എന്റെ ദൈവം എന്നെ മാനിക്കും ഉറപ്പുള്ളവൻ ശബ്ദം എടുത്താൽ മതി. In the name of Jesus. Oh, വലിയ അഭിഷേകം ഇതിൽ ചലിക്കുന്നു. നീ ആരെയാ പേടിക്കുന്ന? നീ ഏത് സാഹചര്യത്തെ നോക്കുന്നേ? The Lord
is my shepherd. Hallelujah. Hallelujah. എനിക്കൊരു വലിയ പ്രശ്നമുണ്ട് പാസ്റ്ററെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ 24 മണിക്കൂറും ഈ ചിന്തകൾ മനസ്സിൽ വരുമ്പോഴെല്ലാം ആ പ്രശ്നത്തോട് പറ, പ്രശ്നമേ, പിശാചേ, ശത്രുവേ, കടഭാരമേ, രോഗമേ, നിനക്കറിയാമോ എനിക്കൊരു വലിയ ദൈവം ഉണ്ടെന്ന് നിനക്കറിയാമോ? Hallelujah. Thank you, Lord. Hallelujah. Hallelujah. എനിക്ക് വലിയൊരു ദൈവമുണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് മാത്രം ഇന്ന് പകൽ പ്രതികരിക്കാം. അത് വിശ്വസിക്കുന്നവർക്ക് മാത്രം ഇന്ന് പകൽ പ്രതികരിക്കാം. I feel the mighty power of the Lord. അപ്പോസ്തലന് പറയാനുള്ളത് ഈ സഭയോട്, നീ ആരാധനയിൽ എന്നെ കാണുന്ന പ്രിയമുള്ളവരോട്, 25-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, കപ്പലിന്റെ പലകകൾ ഇളകിപ്പോയേക്കാം, അവസാനത്തെ പായും പറന്നേക്കാം, കാറ്റിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ നിലയില്ലാതെ കിടന്ന് ഒലയുകയായിരിക്കാം, പക്ഷേ ധൈര്യത്തോടിരിക്കുകയും, കാരണം നമുക്ക് വാഗ്ദത്തമുണ്ട്. ഇന്ന് പകൽ വാഗ്ദത്തമുള്ളവരോടെല്ലാം പരിശുദ്ധാത്മാ പറയുന്നു, ധൈര്യത്തോടിരിക്കുകയും. വാഗ്ദത്തമുള്ളവരോടെല്ലാം ആത്മാവിന്ന് പകൽ ഇടപെടുന്നു. നീ ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ചരിത്രമല്ല നിന്റെ ലൈഫ്. ഇവിടെ കൊണ്ട് ഈ മെയ് മാസം കൊണ്ടോ 2026 കൊണ്ടോ ഒന്നും തീരുന്ന ചരിത്രം അല്ലിത്. നിന്റെ തലയെ എന്റെ ദൈവം ഉയർത്തിയിരിക്കും. എന്റെ ദൈവം നിന്നെ മാനിച്ചിരിക്കും. അവൻ നിന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിച്ചിരിക്കും. കരങ്ങൾ അടിച്ച് കർത്താവിന് ചില മിനിറ്റുകളൊന്നും നന്ദി പറയാൻ തുടങ്ങിയാണ്. എന്റെ ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും. 44-ാം വാക്യത്തിലേക്ക് വരുമ്പോഴേ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പലകമേലും കപ്പൽ കണ്ണങ്ങളുടെ മേലുമായി അവരെത്താൻ കൽപ്പിച്ചു. ഇങ്ങനെ എല്ലാവരും കരയിലെത്തി. പറഞ്ഞ് എല്ലാവരും കരയിലെത്തി, രക്ഷപ്പെട്ടു. വാക്യത്തിലോട്ട് നോക്കുകയോ, ഞാൻ പറയുന്നത് അതിനകത്ത് കിടപ്പുണ്ടെന്ന്. എല്ലാവരും കരയിലെത്തി. ഞാൻ ഇങ്ങനെ പറയുന്നു, നിന്നെ മറുകരയിലെത്തിക്കും, നീ ഇവിടം കൊണ്ട് തീരത്തില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കാറ്റുകൾക്കോ ഈശാനമൂലനോ സമ്മതിക്കാത്ത കാറ്റിനോ കൊടുങ്കാറ്റുകൾക്കോ വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ അസൂയക്കാരനോ പരീശന്മാർക്കോ നിന്നെ തകർക്കാൻ കഴിയത്തില്ല. കാരണം ഇയ്യോബ് പറയുന്നു, എന്റെ ഉടയവൻ സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലുമുണ്ട്. എന്റെ ഉടയവൻ സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലുമുണ്ട്. അതാണ് ദാവീദ് പറഞ്ഞത്, യഹോവ പ്രസന്റ്ലി ഇപ്പോ എന്റെ ഇടയനായിട്ടുണ്ടെങ്കിൽ ഐ എം നോട്ട് വറീഡ് അബൌട്ട് മൈ ഫ്യൂച്ചർ. എനിക്ക് മുട്ടുണ്ടാകാൻ പോകുന്നില്ല. പിശാചിനോട് പറയണം, ഞാൻ തകരുമെന്നും എന്റെ ശുശ്രൂഷ ഇല്ലാതാകുമെന്നും ഞാൻ അങ്ങ് അടിച്ച് താഴെ പോകുന്നു മനസ്സിൽ വെച്ചാൽ മതി, അത് ഉണ്ടാകാൻ പോകുന്നില്ല. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇന്ന് പ്രതികരിക്കാനുള്ള അവസരമുള്ളൂ. മനസ്സിൽ വെച്ചാൽ മതി. യഹോവ ആ ഒരു കണക്ഷൻ, that connection is very important. That relationship is very precious. അതിനകത്ത് കിടക്കുക മുഴുവനും. യേശു പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുകയും അവ എന്നെ അറിയുകയും എന്നെ അനുഗമിക്കുകയും ചെയ്യും. യോഹന്നാൻ 6:37 എന്റെ വിശ്വാസം. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എന്റെ അടുക്കൽ വരുന്നു. യോഹന്നാൻ 6:37, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. യോഹന്നാൻ 10 യേശു പറയുന്നുണ്ട്, എന്റെ കയ്യിലിരിക്കുന്ന ആടിനെ
ഒരുത്തനും പിടിച്ചു പറിക്കാൻ പറ്റത്തില്ല. ആമേൻ. ഞാൻ ഇന്ന് ഈ ചർച്ചിൽ വരുമ്പോ, ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഈ ഒരു കാര്യം കർത്താവ് എന്നോട് വചനത്തിലൂടെ ഇടപെട്ടതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം കാണും. നിങ്ങളോട് ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു നാളും തള്ളിക്കളയരുത്. യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ എനിക്ക് മുട്ടുണ്ടാകയില്ല. അതൊരു തോന്നലല്ല. അടുത്തിരിക്കുന്നവർ പറഞ്ഞ അതൊരു ഉറപ്പാ, അതൊരാശയമല്ല, അതൊരു ആഹ്വാനവുമല്ല, അതൊരു ഉറപ്പാ. പാസ്റ്റർ ക്രിസ് ഒരിക്കൽ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മുട്ടുണ്ടാകുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എല്ലാ മേഖലയിലും ഇങ്ങനെ കീഴോട്ട് പോകുന്നെങ്കിൽ, നിങ്ങളൊന്ന് ഡബിൾ കൺഫേം ചെയ്തേക്കണം, സ്റ്റിൽ ഇപ്പോഴും യഹോവ നിങ്ങളുടെ ഇടയനാണോ എന്ന്. ഹല്ലേലൂയ. കാരണം ബൈബിൾ നമുക്ക് തരുന്ന ഉറപ്പ് അതാണ്. പണ്ടൊരിക്കലും ഒരു സൺഡേ സ്കൂളിൽ കോമ്പറ്റീഷൻ നടക്കുകയാണ്. കൊച്ചു പിള്ളേര്, കുഞ്ഞുങ്ങള് 23-ാം സങ്കീർത്തനമാണ് പിള്ളേർക്കെല്ലാം പറയാൻ വേണ്ടി ടീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത്. കൊച്ചുങ്ങളെല്ലാം വന്നു 23-ാം സങ്കീർത്തനം പച്ചവെള്ളം പോലെ പറഞ്ഞു പോയി. പുറകിലിരിക്കുന്ന പേരൻസിനായിരുന്നു ഭയങ്കര ടെൻഷൻ. പക്ഷേ അധ്യാപകർക്ക്, ഈ ഇരിക്കുന്ന ജഡ്ജിമാർക്ക് ഇതിനകത്ത് ആർക്ക് മാർക്ക് കൊടുക്കുമെന്നുള്ള രീതിയിൽ അവർ അത്ഭുതപ്പെട്ടു. കാരണം ഒരു വരി പോലും ഒരു മോളോ മോനോ തെറ്റിച്ചില്ല. ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു മിടുക്കനായ ചെറുക്കൻ, ഒരു പയ്യൻ, ഒരു കുഞ്ഞ്, അവൻ ഓടി വന്നിട്ട് ഭയങ്കര ശബ്ദത്തിൽ, ബാക്കിയുള്ള എല്ലാവരേക്കാളും വലിയ ശബ്ദത്തിൽ അവൻ പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു. പിന്നെ അവൻ പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു. പിന്നെ അവൻ പേരൻസിനെ നോക്കുന്നു, ജഡ്ജിനെ നോക്കുന്നു. പിന്നെ അവൻ പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു. ബാക്കി മറന്നുപോയി. പിന്നെ അവർ പറഞ്ഞു, യഹോവ എന്റെ ഇടയനാകുന്നു. അത് മതി. കൈ കൊടുത്ത് പറഞ്ഞേ, ഇനി താഴോട്ടുള്ളത് പറയണ്ട, വന്നോളൂ. പറഞ്ഞേ, താഴോട്ടുള്ളത് പറയണ്ട, അത് വന്നോളും. യഹോവ എന്റെ ഇടയനാണെങ്കിൽ ഇനി താഴോട്ടുള്ളതൊന്നും പറഞ്ഞ് സമയം കളയണ്ട. എന്റെ പ്രാണനെ തണുപ്പിക്കുമെന്നും നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെന്നും എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമെന്നും എന്റെ ശത്രുക്കൾ കാണുക അവൻ എനിക്ക് വിരുന്ന് ഒരുക്കുമെന്നും ഇതൊന്നും പറയണ്ട. അതെല്ലാം നടന്നോളും, അതെല്ലാം നടന്നോളും, അതെല്ലാം നടന്നോളും. വിശ്വസിക്കുന്നവർ ഒന്ന് കരവോ, ഞാൻ ഭയങ്കര ദൈവ സാന്നിധ്യം അനുഭവം. അതെല്ലാം നടന്നോളും, അതെല്ലാം നടന്നോളും. ഹല്ലേലൂയ. ഈ മനുഷ്യൻ 4-ാമത്തെ വാക്യത്തിൽ ഈ ദൈവദാസൻ പറയുകയാണ്, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും. അങ്ങനെ ഒരു സാഹചര്യം ദാവീദിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഇത് തന്റെ കഴിഞ്ഞകാല ജീവിത അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത്. ഈ കൂരിരുൾ താഴ്വര എന്ന് മലയാളത്തിൽ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഷാഡോ ഓഫ് ഡെത്ത്, ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്. ഐ വോക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്. എല്ലാവരും ആ വേർഡ് ഒന്ന് പറഞ്ഞ്, ഷാഡോ പറഞ്ഞ്, നിഴല്. ഉറക്കെ പറ, നിഴല്. പറഞ്ഞില്ല, നിഴല്. ഈ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുന്നില്ല എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ട്രാൻസ്ലേഷനിൽ ഇച്ചിരി ചെറിയ തെറ്റുണ്ട്. കാരണം ബാക്കിയുള്ള ട്രാൻസ്ലേഷൻസ് എല്ലാം നോക്കുമ്പോൾ ഇങ്ങനല്ല കിടക്കുന്നത്. മരണ നിഴലിൻ താഴ്വര, മരണ നിഴലിൻ, ശരിക്കും മരണമല്ല എന്നാ തോന്നിപ്പിക്കുകയാണ്. നിഴലാണ്. ശരിക്കും പിശാചിന്റെ ഏറ്റവും വലിയ ട്രിക്ക് അവിടെയാണ്. പിശാചിന്റെ ട്രിക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമില്ല, എന്നാലും ഒന്ന് പറഞ്ഞേക്കാം. അവന്റെ ഏറ്റവും വലിയ തന്ത്രം അവിടെയാണ്, നിഴല് കാണിച്ച് പേടിപ്പിക്കുക. That's why the Bible says shadow, not real. But ഒരു പൊരുളില്ലാതെ ഒരു നിഴല് ഉണ്ടാകത്തില്ല. You understand me what I say? ഒരാൾ അവിടെ നിൽക്കാതെ അതിന്റെ നിഴൽ അവിടെ വരത്തില്ല. പക്ഷേ ദാവീദ് പറയുന്നു, ഞാൻ ഫേസ് ചെയ്യുന്നത്
ഞാൻ ഫേസ് ചെയ്യുന്നത് ആ വ്യക്തിയല്ല, ആ സംഭവത്തെയല്ല, അതിൻ്റെ നിഴലിനെ മാത്രമാണ്. കാരണം ഞാൻ പറയാം, എനിക്ക് ഉറപ്പുണ്ട്, നിഴലിന് മാത്രമേ എന്നെ ഒന്ന് ഇളക്കാൻ പറ്റത്തുള്ളൂ. ഉറപ്പായിട്ടും ആ യാഥാർത്ഥ്യത്തിന്, ആ ശക്തിക്ക് എൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ ഈ നിഴലിനെ കണ്ട് പേടിച്ചിട്ട്, ഈ നിഴലിനെ കണ്ട് വെപ്രാളം പിടിച്ചിട്ട്, നമ്മുടെ വാ കൊണ്ട് ആവശ്യമില്ലാത്ത എല്ലാം പറഞ്ഞിട്ട് ആ ഒറിജിനൽ വ്യക്തിയെ വീട്ടിൽ വിളിച്ച് വരുത്തി അകത്ത് കയറ്റി ഇരുത്തി ചായ കൊടുക്കും. ശരിയാണോ? ഹല്ലേലൂയ. പുള്ളിയായിട്ട് അങ്ങ് കമ്പനിയാവും. പിന്നെ ഇത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. കൈ പൊക്കരുത്, പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാവൂ. നിങ്ങൾ എല്ലാവരും വിശുദ്ധരാണ്. വി ആർ റിയലി ഹോളി പീപ്പിൾ. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ആദ്യം ദൈവം പറഞ്ഞ വാഗ്ദത്തമാണോ ഓർക്കുന്നേ, ഗൂഗിളാണോ ഓർക്കുന്നേ? ഒരു സ്കാനിങ് റിപ്പോർട്ട് കിട്ടിയാൽ ആദ്യം വേദപുസ്തകം എടുത്ത് അതിൻ്റെ പുറവശത്ത് ദൈവദാസന്മാർ പറഞ്ഞ പ്രവചനങ്ങളും ദൈവം തന്ന വാഗ്ദത്തങ്ങളും ഒക്കെ പല പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എടുത്താന്ന് നോക്കുന്നത്. അതോ അത് നേരെ പോയി ChatGPT ഇട്ട് കൊടുത്ത്, ഗൂഗിളിൽ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഇക്വേഷൻസ് ഇവിടെ കാർഡിയോളജിസ്റ്റിന് അറിഞ്ഞുകൂടാത്തതും ഫിസിഷ്യൻ അറിഞ്ഞുകൂടാത്തതും നിങ്ങൾക്കറിയാം. ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഡോക്ടറെ കാണാനിരിക്കുമ്പം മരുന്ന് വരെ ഡോക്ടറിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അയ്യോ ഡോക്ടറെ തെറ്റിപ്പോയി, ഈ മരുന്നല്ല മറ്റേതാ വേണ്ടെന്നാ ChatGPT പറയുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ ഡോക്ടേഴ്സും കൺഫ്യൂസ്ഡാ. പേഷ്യൻസിനെ കാണാൻ ഇവിടെ there is many doctors are here. അവർ പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുമ്പം ഇന്നത്തെ കാലത്ത് AI വെച്ച് ഇതെല്ലാം പഠിച്ച് ഇതിന്റെ മുഴുവൻ PhD എടുത്തിട്ടാണ് പേഷ്യന്റ് എന്ന ഡോക്ടറിന്റെ അടുത്തിരിക്കുന്നത്. ഡോക്ടറോട് പറയുക, ഡോക്ടർ ഇങ്ങനല്ല ഇത് നോക്കണ്ട, ഇതിന്റെ ഇക്വേഷൻ ഇതല്ല, ഇതിന്റെ മെഡിസിനും ഇതല്ല, ഈ മെഡിസിൻ കഴിച്ചാൽ ഇന്ന സൈഡ് എഫക്റ്റ് വരുമെന്നാ എനിക്കറിയാം. അന്നേരം ഇത് ഡോക്ടർ അറിയുന്നേ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൗലോസ് പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? എൻ്റെ ഉടയവനും ഞാൻ സേവിക്കുന്നവനുമായ എൻ്റെ ദൈവം എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കും. ഹല്ലേലൂയ. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നില്ല, ട്രസ്റ്റ് ആശ്രയം, വിശ്വാസം ഒരാശ്രയമാണ്. വിശ്വാസത്തിന്റെ ശരിക്കുമുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നാണ്. അപ്പം നിങ്ങളൊരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വരുന്നു. ആ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആ വിഷയത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. യു അണ്ടർസ്റ്റാൻഡ്? ഒരു സാമ്പത്തിക പ്രശ്നം വരുന്നു. ആ സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആ വിഷയത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ വിഷയം പരിഹരിക്കുമെന്ന്, ദൈവം പരിഹരിക്കുമെന്ന് വിശ്വസിക്കുകയും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുകയാണ്. ഞാൻ ഇങ്ങനെ പറയാൻ ഇഷ്ടപ്പെടുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ദൈവമായിരിക്കുകയും ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഞാൻ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചിട്ടും അത് നടന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോണം, അത് ദൈവിക പദ്ധതിയിൽപ്പെട്ട ഒരു കാര്യമല്ല. അതിനേക്കാൾ മികച്ചതൊന്ന് ദൈവം വേറെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. കാരണം വിശ്വാസം, ഞാൻ പറഞ്ഞതിൽ ഇന്ന് 2 വചനങ്ങൾ ദൈവം എനിക്ക് തന്നെന്ന് ഞാൻ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിലോട്ട് കയറാന്നാ കരുതിയ. പക്ഷേ പരിശുദ്ധാത്മാവ് എന്നെ ആ മറ്റേ വാക്കിലോട്ട് എന്നെ കൊണ്ട് കണക്ട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ എൻ്റെ തലയിൽ അവൻ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇതെല്ലാം ഒരു ദൈവ മനുഷ്യന്റെ, ഒരു ഭക്തന്റെ ഉറപ്പാണ്. പറഞ്ഞ ഇത് ഉറപ്പാണ്. ഹല്ലേലൂയ. ഇത് ഉറപ്പാണ്. ഇതെന്റെ ഉറപ്പാണ്. ഇത് ഇളകത്തില്ല.
ഇതിങ്ങനെ ഷെയ്ക്കൻ ആകരുത്. ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. സിറ്റുവേഷൻസ്, പ്രതികൂലത്തിന്റെ കാറ്റ്, സമ്മതിക്കാത്ത കാറ്റ്, ഈശാനമൂലം എന്ന കാറ്റ്, ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോന്നിങ്ങനെ ലൈനപ്പ് ചെയ്ത് കയറി വരുമ്പം നമ്മൾ നാടാനുള്ള സാധ്യതയുണ്ട്. സാക്ഷാൽ പൗലോസ് പോലും ആടിപ്പോയി. സാക്ഷാൽ പൗലോസ് പോലും തൻ്റെ വാഗുണ്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് വേർഡ് തന്നെയാണ്. കാരണം നമ്മുടെ എല്ലാം പ്രാണൻ കഷ്ടത്തിലാണ്. നമ്മളെല്ലാവരും നിങ്ങളുടെ ലഗേജ് എല്ലാം എടുത്ത് വെള്ളത്തിൽ ഇടണം, നമ്മൾ ആരും രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ലെന്ന് പറയുന്നത് ഒരു ഫെയ്ത്ത് ഡിക്ലറേഷൻ അല്ല. പൗലോസ് ആണേലും മനുഷ്യനാണ്. ഈ നിൽക്കുന്ന ആൾ മനുഷ്യനാണ്, ഒരു സാധാ ഒരു പച്ച മനുഷ്യൻ. ഈ അഭിഷേകത്തെ നമ്മൾ ശരീരത്തിൽ ക്യാരി ചെയ്യുന്നു. ദൈവം നമ്മളെ അഭിഷേകം ചെയ്ത് തൻ്റെ ശുശ്രൂഷയിൽ നിർത്തിയിരിക്കുന്നു. പക്ഷെ ഇവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ടേ, ഞാൻ അതാണ് പറയാൻ. ഇപ്പം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, പൗലോസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ എല്ലാം പ്രാണൻ കഷ്ടത്തിലാണ്, നഷ്ടത്തിലാണ്, തകർച്ചയിലാണ്, പ്രശ്നത്തിലാണ്, നമ്മൾ രക്ഷപ്പെടും തോന്നുന്നില്ല, നിങ്ങളുടെ ലഗേജ് എല്ലാം വെള്ളത്തിൽ കളയണം എന്ന് പറഞ്ഞിരിക്കെ, ഇങ്ങനെ പറഞ്ഞ ഒരാൾക്ക് വേണ്ടി രാത്രിയിൽ തൻ്റെ അടുക്കൽ ദൈവം ഇറങ്ങി വരുമോ? ദൂതൻ ഇറങ്ങി വരുമോ? നിങ്ങളുടെ കൺസെപ്റ്റിൽ വരുമോ? പറ ഹല്ലേലൂയ. വരുമോ? ഒരു മിശ്രയമിനെ ഒറ്റ രാത്രി കൊണ്ട് അടിച്ചു കൊന്ന് അടക്കം ചെയ്ത ഒരാളെ നോക്കി നിങ്ങൾ പറയുമോ, ഈ മോശയെ പോലെ സൗമ്യനായൊരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് നിങ്ങൾ പറയുമോ? അഡൾട്ടറിയിൽ, വ്യഭിചാരത്തിൽ വീണുപോയ, പാപത്തിൽ വീണുപോയ, പിന്നത്തേതിൽ ഏറ്റുപറഞ്ഞ് നിലവിളിച്ചെങ്കിലും പാപത്തിൽ വീണുപോയ, അതിനകത്ത് ഒത്തിരി തെറ്റുകൾ ചെയ്ത, കൊലപാതകങ്ങൾ ചെയ്ത ദാവീദിനെ പോലുള്ള ഒരു മനുഷ്യൻ എഴുതിയ പാട്ടുകൾ നിങ്ങളുടെ പാട്ടുപുസ്തകത്തിൽ നിങ്ങൾ കയറ്റി വെക്കൂ? Are you listening me? ഇവിടെ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം. ദൈവത്തിന്റെ ഏറ്റവും പ്രഷ്യസ് ആയ ക്വാളിറ്റികളിൽ ഒന്നാണ് അണ്ടർസ്റ്റാൻഡിങ്. മനുഷ്യന്റെ ഇടയിൽ ഇല്ലാത്ത ഒന്നാണ് അണ്ടർസ്റ്റാൻഡിങ്. ഹോൾസെയിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. അതെന്തായാലും ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലെ ഉണ്ട്. എന്തുവാ? മിസ്അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, God is really understanding your situation, understanding your mindset, what is going on in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ മനസ്സിന്റെ കട്ടി എന്തുവാണെന്നും നിങ്ങൾ എന്താണെന്ന് ദൈവത്തിന് കൃത്യമായിട്ട് അറിയാം. ഏലിയ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല. ആ മനുഷ്യൻ പറഞ്ഞതിനാൽ മഴമേഘങ്ങൾ അടഞ്ഞുപോയി, മഴ പെയ്തില്ലെന്ന് തന്നെ വേദപുസ്തകം പറയുന്നു. നമ്മുടെ ഭാഷ പറഞ്ഞ എൻ്റെ പൊന്നു ബ്രദറെ വാതുറന്നൊന്നും പറയല്ലേ, ആ മനുഷ്യൻ പറയുന്നത് പോലെ തന്നെ സംഭവിക്കുമായിരുന്നു. പക്ഷെ അതേ മനുഷ്യൻ ഇസബേലിന്റെ ഭീഷണിയുടെ മുൻപിൽ, ഇസബേൽ ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു, നിങ്ങൾക്ക് മനസ്സിലാകാനാ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഒരു കത്ത് എഴുതി കൊടുത്തു വിട്ടു, അല്ലെങ്കിൽ ദൂതന്മാരെ വിട്ട് അറിയിച്ചു, നിന്നെ തീർത്ത് കളയും, നിന്നെ ഇനി വെച്ചോണ്ടിരിക്കത്തില്ല. ഒരു മെസ്സേജ് ഏലിയാവിന് കിട്ടി. ഇത്ര ശക്തനായ മനുഷ്യൻ, യോർദാനെ വിഭാഗിച്ച മനുഷ്യൻ, മഴമേഘങ്ങളെ തുറന്ന മനുഷ്യൻ, അടച്ച മനുഷ്യൻ, കർമ്മേലിന്റെ മുകളിൽ പ്രാർത്ഥനയിൽ തീ ഇറക്കിയ മനുഷ്യൻ, ചൂരച്ചെടിയുടെ ചുവട്ടിലിരുന്നുകൊണ്ട് ദൈവത്തോട് പറയുകയാണേ, ജീവിതം മടുത്ത് കർത്താവേ, എനിക്ക് മരിക്കണം, എന്നെ അങ്ങ് വിളിക്ക്, എന്നെ കൊണ്ടുപോകും. നിങ്ങളുടെ ഭാഷ പറഞ്ഞോട്ടെ, നിങ്ങളുടെ ഭാഷ, എനിക്ക് അങ്ങ് ചത്താ മതി. ആരും വേണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. ആര് പറഞ്ഞു? ദേ വായിച്ചു നോക്കിയേ. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ചൂരച്ചെടിയുടെ തണലിരുന്ന് മരിക്കാൻ ഇച്ഛിച്ചു. മരിക്കാൻ ഇച്ഛിച്ചെന്ന് പറയുന്ന വാക്ക് കുറച്ചുകൂടെ മുകളിലാ, എന്ന് വെച്ചാൽ ഒരു സൂയിസൈഡിങ് ടെൻഡൻസി ഉണ്ടായി. Are you with me? മരിക്കാൻ ഇച്ഛിച്ചു. ആര്? The great prophet, man of God, the anointed servant of God. എന്താണ് അതിന്റെ കാരണം? മൈൻഡിനകത്ത്, ഹൃദയത്തിനകത്ത് ഉണ്ടായ ഫിയർ, ഭയം, ആങ്സൈറ്റി, ആകുലത, നിരാശ. ആ മൊമെന്റിൽ ഈ മനുഷ്യൻ ദൈവത്തോട് പറഞ്ഞു, എന്റെ പ്രാണനെ, യഹോവേ മതി, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണേ. നമ്മുടെ അതേ ഡയലോഗ് ഏലിയ പറഞ്ഞു, ഞാൻ അത്ര നല്ലവനൊന്നും അല്ല ദൈവമേ, ഞാൻ കുഴപ്പക്കാരനാ. നോക്കി വായിച്ചു നോക്കി. പിതാവേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെ പോലെ നല്ലവനൊന്നും അല്ല. നമ്മൾ പറയത്തില്ലേ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വിഷമവും നിരാശയൊക്കെ വരുമ്പോൾ നമ്മളിത് പറയത്തില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏലിയാവ് എന്ത് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കേണ്ട, വാവുകൊണ്ട് പറഞ്ഞാൽ മതി, അത് നടക്കും. ആ മനുഷ്യൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയ്ക്ക്
ദൈവം ക്വിക്കായിട്ട് മറുപടി കൊടുത്തായിരുന്നുള്ള സ്ഥിതി എന്നായിരുന്നു പറഞ്ഞേ. എന്നാ നിങ്ങൾ ഇനി ഒരു സംഭവം കേട്ടോ. ഇതിപ്പോ 2026 മെയ് മാസമല്ലേ? ഈ മെയ് മാസം ഇന്നെത്ര തീയതി? ഈ മെയ് മാസം 17-ാം തീയതി വരെ ഏലിയാവ് മരിച്ചിട്ടില്ല. ആരും മിണ്ടുന്നില്ലല്ലോ. മരണം കാണാതെ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഇനി കർത്താവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ വന്ന് വീണ്ടും മരണപ്പെടും. അങ്ങനെ ഒരു പ്രവചനമുണ്ട്. ഞാൻ ഇനി അതിനകത്തോട്ടൊന്നും പോകുന്നില്ല. അത് ലോകം മുഴുവൻ കാണും. ചേർന്നൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. സ്റ്റിൽ ഈ മനുഷ്യൻ മരിച്ചിട്ടില്ല. ഒന്ന് ഓർത്തു നോക്കിയേ, എന്തുകൊണ്ടായിരിക്കും ഏലിയാവ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയെ ദൈവം എടുക്കാഞ്ഞേ? ഉറപ്പായിട്ടും ആ മനുഷ്യന്റെ മാനസിക അവസ്ഥയെ, മനോനിലയെ ദൈവം മനസ്സിലാക്കി. കർത്താവിന് നല്ലൊരു കയ്യടി കൊടുത്തേ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസമൊക്കെ നിങ്ങൾ ഇച്ചിരി ദേഷ്യപ്പെട്ടിട്ട് അതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്ന് ഇരിക്കുന്നത്. കൈപോക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ബിക്കോസ് നമുക്കത് റോങ് ആയിട്ട് പോകാനുള്ളൊരു ലൈസൻസ് അല്ല. പക്ഷെ ദൈവത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവൻ എന്നെ മനസ്സിലാക്കാതിരിക്കുമ്പോഴും എൻ്റെ കണ്ണീന്ന് നിന്ന് വീഴുന്ന, ഞാനൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും, ഞാൻ ബഹളമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും എൻ്റെ കണ്ണിൽ നിന്ന് എൻ്റെ ബൈബിളിൽ വന്ന് വീണ, എൻ്റെ കണ്ണിൽ നിന്ന് എൻ്റെ പായിൽ വന്ന് വീണ, എൻ്റെ കണ്ണിൽ നിന്ന് എൻ്റെ കട്ടിലിൻ്റെ തലയണയിൽ വന്ന് വീണ ഓരോ തുള്ളി കണ്ണുനീരും എന്തിനാണെന്ന് വായിച്ചറിഞ്ഞ, മനസ്സിലാക്കിയ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഓരോ നെടുവീർപ്പുകൾ പോലും അറിയുന്ന ഒരു നല്ല കർത്താവ്. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. ആ കരങ്ങളൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. എൻ്റെ ഹേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു കാര്യം പറഞ്ഞു നിർത്താമേ. ശത്രുവിന് തകർക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. യഹോവ ഇടയനാന്ന് പറയുന്നവരെന്ന് കൈയ്യരുത്. പിശാച് അല്ല എൻ്റെ ഇടയൻ, യഹോവയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് സാത്താനെതിരാണ്. അപ്പൊ നിങ്ങളെ ഒന്ന് അടിച്ചാൽ കൊള്ളാമെന്ന് പുള്ളിക്കുണ്ട്. പക്ഷെ എന്നാ ചെയ്യാനാന്നേ? ശ്രദ്ധിച്ച് കേൾക്കാവോ? പിശാച് ഇടത്തൂടെ വന്നു നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ. പിശാച് ഇടത്തൂടെ വന്നു നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ. അപ്പൊ ദൈവം തമ്പുരാൻ അവന്റെ വടി ഇടത്ത് വെച്ചിരിക്കുക. എന്നാ പിന്നെ വലത്തൂടെ വന്ന് അടിക്കാന്ന് കരുതി. അവിടെ വന്നപ്പോൾ കോൽ അവിടെ വെച്ചിരിക്കുക. എന്നാ പിന്നെ പുറകെ കൂടെ വന്ന് അടിക്കാൻ നോക്കി. അപ്പൊ നന്മയും കരുണയും പിന്തുടരുക. എന്നാ പിന്നെ ഫ്രണ്ടിൽ കൂടെ വന്ന് അടിക്കാൻ നോക്കി. ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കിയിരിക്കുക. എന്നാ പിന്നെ മേളിൽ കൂടെ വരാൻ നോക്കി. തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുക. Are you with me? Are you with me? Are you with me? Hallelujah! Glory to God! Hallelujah! Amen. എൻ്റെ ഇടത്തൂടെ വന്നപ്പോൾ ദൈവം വടി വെച്ചിരിക്കുക. എന്നാ വലത്തൂടെ വരാന്ന് കരുതി കോല് വെച്ചിരിക്കുക. എന്നാ പിന്നെ പുറകെ കൂടെ പോയി അടിക്കാൻ നോക്കി. നന്മയും കരുണയും പിന്തുടർന്നുകൊണ്ടിരിക്കുക. എന്നാ ഫ്രണ്ടിലൂടെ കയറി അടിക്കാൻ നോക്കി. ശത്രുക്കൾ കാണുക മേശ ഒരുക്കി. എന്നാ പറന്ന് തലയ്ക്ക് അടിക്കാൻ നോക്കി. തലയ്ക്കകത്ത് അഭിഷേകം ഇരിക്കുക. രക്ഷയില്ല. പിശാചേ, നിന്റെ ഒരു പണിയും നടക്കത്തില്ല. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ അവർ ദൈവത്തെ ആരാധിച്ചാട്ടെ. കരങ്ങൾ അടിച്ച് കർത്താവിന്, കരങ്ങൾ അടിച്ച് കർത്താവിന്, ഇനി കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ആരാധന അങ്ങേ, ആരാധന അങ്ങേക്ക് ആരാധന. ഇനി കരങ്ങൾ ഉയർത്തി ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. അങ്ങേ പോലെ ദൈവമേ ഉറക്കെ പാടണം. അങ്ങിലല്ലാതെ
അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയരേ, അങ്ങു മാത്രമാണെന്നും എന്റെ സർവസ്വം. ഓ അങ്ങേ പോലൻ ദൈവമേ അരുളിലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്ന പ്രാണപ്രിയരേ, അങ്ങു മാത്രമാണെന്നും ഇരു കരങ്ങളും ഉയർത്തി പാടി ആരാധന, അങ്ങേക്ക് ആരാധന. എന്റെ യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന, അങ്ങേക്ക് ആരാധന. യേശുവേ, എന്റെ യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന, അങ്ങേക്ക് ആരാധന. എന്റെ യേശുവേ അങ്ങേക്ക് ആരാധന. ഇരു കരങ്ങളും ഉയർത്തി, യാഹേ, അങ്ങെന്നും എൻ ദൈവം. ഇരു കരങ്ങളും ഉയർത്തി പാടിയേ. തലമുറ തലമുറയാ ഉറപ്പുള്ളവർ പാടിയേ. യാഹേ, അങ്ങെന്റെ സങ്കേതം. തലമുറ തലമുറയായി തീമയങ്ങുമില്ല, തീരുറങ്ങുമില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. തീമയങ്ങുമില്ല, തീരുറങ്ങുമില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. ഉയർത്തി, യാഹേ, അങ്ങെന്നും എൻ ദൈവം. എന്റെ ദൈവം. തലമുറ തലമുറയാ യാഹേ, അങ്ങെന്റെ സങ്കേതം. തലമുറ തലമുറയായി തീമയങ്ങുമില്ല, തീയുറങ്ങുമില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. തീമയങ്ങുമില്ല, തീയുറങ്ങുമില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. യാഹേ, അങ്ങെന്നുമെൻ, യാഹേ, അങ്ങെന്നുമെൻ, യാഹേ, അങ്ങെന്നുമെൻ, യാഹേ, അങ്ങെന്നുമെൻ, യാഹേ, തലമുറ തലമുറ. കാരണം നീ എന്റെ അടുത്ത് കർത്താവ് ഇങ്ങനെ പറയാൻ, എന്റെ അടുത്ത് ഇങ്ങനെ പറയാൻ പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു യഹോവ എന്റെ ഇടയനാകുന്നത്. ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ തലമുറകൾ ഇത് പറയും, നിങ്ങളുടെ ജനറേഷൻ ഇത് പറയും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇത് പറയും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ ജനറേഷൻ. ഓ, ജനറേഷൻ ബൈ ജനറേഷൻ, ജനറേഷൻ ബൈ ജനറേഷൻ. എന്തിനാ ശത്രുഭീതി? ജെയ്സൺ മോനെ, എന്തിനാ ശത്രുഭീതി? ആരനെ എന്തിനാ ശത്രുഭീതി? എന്റെ തലയെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു, വടിയും കോലും കൊണ്ട് എന്നെ ആശ്വസിപ്പിക്കും. ശത്രുക്കൾ കാണുക എനിക്ക് മേശ ഒരുക്കിയിരിക്കും. എന്റെ പുറകെ തിന്മയും കഷ്ടതയല്ല, നന്മയും കരുണയും എന്നെ പിന്തുടരുമാറാക്കുന്നു. ഈ കർത്താവ് എനിക്കുള്ള പറഞ്ഞ് എനിക്കൊരു ഒടയവനുണ്ടെന്ന് ഉറപ്പിച്ചോ, എന്ന് ഉറപ്പിച്ചോ. എനിക്കൊരു ദൈവമുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ കുറിച്ച് പാടി യാഹേ, യാഹേ, യാഹേ. തലമുറ തലമുറയായി
ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ ഈ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞവർ ഇന്ന് ഈ ആരാധനയിലുണ്ട്. പല ഷാഡോകൾ കാണിച്ച്, പല നിഴലുകൾ കാണിച്ച് എന്നെ പിശാച് പേടിപ്പിക്കാൻ നോക്കിയ സന്ദർഭങ്ങളിലെല്ലാം വടിയും കോലും എന്റെ അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് ശത്രുക്കൾ കാണുക വിരുന്നൊരുക്കി തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്ത് നന്മയും കരുണയും എന്നെ പിന്തുടരുമാറാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലില്ല, എനിക്കൊരു ദൈവമുണ്ട്, ഞാൻ തോറ്റു പോകത്തില്ല. പറ പറ പറ. എനിക്ക് അതെന്റെ കഴിവല്ല, അതെന്റെ മിടുക്കല്ല, അതെന്റെ ശക്തിയല്ല. എനിക്ക് നല്ലവനായൊരു ദൈവമുണ്ട്, എന്നെ അഭിഷേകം ചെയ്തൊരു ദൈവമുണ്ട്. പറ പറ പറ. എന്നെ അഭിഷേകം ചെയ്തൊരു ദൈവമുണ്ട്. എന്നെ അഭിഷേകം ചെയ്തൊരു ദൈവമുണ്ട്. ദാവീദേ, ഒറ്റ വാക്കിൽ നീ പറഞ്ഞല്ലോ, കുരിരുളിന്റെ താഴ്വരകളിലൂടെ നീ കടന്നുപോയി എന്ന്. ചെറിയ യുദ്ധമായിരുന്നോ ദാവീദേ? ആ യുദ്ധം നിന്റെ വീട്ടിനകത്ത് തുടങ്ങിയ യുദ്ധമല്ലേ? നിന്റെ അപ്പനായ ഇശ്ശായിക്ക് നിന്നെ ഇഷ്ടമായിരുന്നോ? ശരിക്കും പറ ദാവീദേ, ഇഷ്ടമായിരുന്നോ? ഇശ്ശായി പറയും, ദാവീദ് പറയും, എന്നെ പലയിടത്തും അവഗണിച്ചിട്ടുണ്ട്. സാമുവേൽ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഇശ്ശായിയോട് തന്റെ മക്കളെ എല്ലാം വിളിക്കാൻ പറയുമ്പോൾ ഇശ്ശായി എല്ലാ മക്കളുടെയും പേര് പ്രവാചകനോട് പറഞ്ഞു. പക്ഷെ ദാവീദിന്റെ പേര് പറഞ്ഞില്ല. ഓർമ്മക്കുറവ് കൊണ്ടല്ല, മനഃപൂർവ്വം പറഞ്ഞില്ല. ഒഴിവാക്കി. ജീവിതത്തിൽ എവിടെങ്കിലും മനുഷ്യനോ കുടുംബക്കാരോ ഭർത്താവോ ഭാര്യയോ അപ്പനോ മക്കളോ സഭക്കാരോ വിശ്വാസികളോ പാസ്റ്റർമാരോ അച്ഛന്മാരോ ആരെങ്കിലും നിങ്ങളെ എവിടെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടോ? മനുഷ്യൻ അവഗണിച്ചതിനെ ദൈവം പരിഗണിക്കും. പിന്നെയും പ്രൊഫറ്റിന്റെ അകത്ത്, സാമുവേലിന്റെ അകത്ത് ചിന്ത വരികയാണ്, ദൈവത്തിന് അഭിഷേകം ചെയ്യാനുള്ള ആ വ്യക്തി ഇപ്പൊ ഇവിടെ ഇല്ല. സാമുവേൽ ചോദിക്കുന്നു, ഇശ്ശായിയോട് ചോദിക്കുന്നു, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻട്രൊഡക്ഷൻ, ഒഴിവാക്കിയ മോനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. ഇനി ഒരുത്തനുണ്ട്, അവൻ, എനിക്ക് കുറച്ച് ആടുകളുണ്ട്, അതിനെ കൊണ്ട് കാട്ടി തീറ്റാൻ പോയിരിക്കുവാണ്, അവൻ സ്ഥലത്തില്ല. പ്രവാചകൻ പറയുന്നു, അവനെ വിളിക്കുകയും അവൻ വരാതെ ഞാൻ ഈ പന്തിയിലിരിക്കുക. കാട്ടിനകത്ത് ചെന്ന് സഹോദരന്മാര് ദാവീദിനെ വിളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോകും. ദാവീദ് നടന്നു വരുന്നത് ദൈവമനുഷ്യൻ കണ്ടപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ദൈവമനുഷ്യനോട് ഇടപെട്ടു, ഇവനെ അഭിഷേകം ചെയ്യുകയും ഇനി നിങ്ങളെല്ലാവരും ആ രംഗം ഒന്ന് കണ്ടോണേ. ദാവീദ് തന്റെ സാമുവേൽ തന്റെ കൊമ്പിനകത്ത് തൈലം നിറച്ചു. ആരൊക്കെയാണോ ദാവീദിനെ ഒഴിവാക്കിയത് അവരോടെല്ലാം, നിങ്ങളെല്ലാം മുറിക്കകത്ത് പോയി കേട്ടോ, എല്ലാവരും അകത്ത് പോയി കഥ അടച്ചിരുന്നോ? നോ, അവരുടെ മുമ്പിൽ വെച്ച് എന്റെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവചനം, ഒരു ആലോചന, ഒരു ദൂത് നിങ്ങളെ അറിയിക്കുകയാണ്. ജോഷുവയോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, ജോഷുവ, ഈ ഇസ്രായേൽ ജനം കാണെ ഞാൻ നിന്നെ വലിയവനാക്കും. ഇവർ കാണെ ഞാൻ നിന്നെ വലിയവനാക്കും. ലാസറിന്റെ കല്ലറയുടെ വാതിക്കൽ വന്നു നിന്ന് യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, പിതാവേ, യേശു കർത്താവ് പറഞ്ഞൊരു വാക്കും അതിങ്ങനെയാണ്, പിതാവേ, നീ ഇപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു.
യോഹന്നാൻ 11 വാക്യം ഇവരെ ഒന്ന് കാണിച്ചിട്ടെ. നീ ഇപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പക്ഷേ എൻ്റെ ചുറ്റും നിൽക്കുന്ന ഈ ജനം അറിയേണ്ടതിന് നീ എൻ്റെ അപേക്ഷ കേൾക്കുന്നെന്ന് ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ. എനിക്കറിയത്തില്ല നിങ്ങൾക്കത് വേണോ വേണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നെന്ന് ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ, അത് വേറെ ചിലരോട് അറിയണം. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നത്. ഏലിയാവ് എന്നെ പ്രാർത്ഥിച്ചു. യഹോവേ, യഹോവേ, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, നീ എന്റെ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും ഇവരറിയേണ്ടതിന്. എന്റെ ചുറ്റും, യേശു പറഞ്ഞു, എന്റെ ചുറ്റും നിൽക്കുന്നവർ അറിയേണ്ടതിന്. ഹല്ലേലൂയ. അതിന്റെ തൊട്ട് മുകളിൽ താഴെയുള്ള വാക്യത്തിലുണ്ട് ബ്രദർ. ഹല്ലേലൂയ. എന്റെ ചുറ്റും നിൽക്കുന്നവർ കാണേണ്ടതിന്, അവരറിയേണ്ടതിന്. ഏലിയ പറഞ്ഞു, യഹോവേ, നീ എന്റെ ദൈവമെന്നും ഞാൻ നിന്റെ ദാസനെന്നും. കണ്ടോ, നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നത് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചെന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരോട് അറിയണം. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഈ ദിവസങ്ങളിൽ അത് ചിലരെ അറിയും. ഇത് വെറും വാക്കല്ല, ഇത് ദൈവത്തിന്റെ ആത്മാവ് ചിലരുടെ മേൽ റിലീസ് ചെയ്യുകയാണ്. I decree and I declare over this people. Hey, brakose brekala mayandolos. എന്തുകൊണ്ടായിരിക്കും സഹോദര ശിവബ്രദർ ഏലിയാവ് അങ്ങനെ പ്രാർത്ഥിച്ചു? യഹോവേ, നീ എന്റെ ദൈവമാണ്, ഞാൻ നിന്റെ അഭിഷിക്തനാണ്, നിന്റെ ദാസനാണ്. ഇവരറിയണം. കാര്യം എന്നറിയോ? അതുപോലത്തെ വെല്ലുവിളിയായിരുന്നു ചുറ്റും. ഒരു ഭാഗത്ത് ആഹാബും ഇസബേലും, ബാലിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന 400-ലധികം പ്രവാചകന്മാർ, അശേരയുടെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന 400-ലധികം 800-ലധികം കള്ളപ്രവാചകന്മാരും രാജ്യത്തിന്റെ രാജാവും ഒരുത്തനെ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുകയാണ്. ചുറ്റും 100 കണക്കിന് ആളുകൾ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ, നിന്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നീ ഒറ്റയ്ക്കല്ല, നീ അത് അറിയാൻ പോകും. ചില നിന്ന വരുമ്പം കേട്ടോണം, ഇത് ബൈബിളിൽ നിന്ന് മാത്രം പറയുവല്ല, അനുഭവത്തിൽ നിന്നൂടെ പറയാ സിസ്റ്റർ, ഇത് അനുഭവത്തിൽ നിന്നൂടെ പറയുക. ചില നിന്ന വരുമ്പം, ചില ചന്നം പിന്നെ ഏറി വരുമ്പോഴേ എനിക്കറിയാം എന്റെ ദൈവം എന്നെ മാനിക്കാൻ പോവുക. ഒന്ന് കരം അടിച്ച് കർത്താവ് എന്റെ മേലുള്ള അഭിഷേകം ഇരട്ടിയാകാൻ പോവുക. എന്റെ ശുശ്രൂഷ എല്ലാവർക്കും പോവുക. എന്നെ കർത്താവ് എക്സ്പാൻഡ് ചെയ്യാൻ പോവുക. ഈ പ്രതികൂലത്തിന്റെ മേളിൽ ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ കരം. ഒത്തിരി സൗഖ്യങ്ങൾ ഇതിൽ നടക്കും. മക്കളെ, തലമുറകളെ ഓർത്ത് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നു ചില പേരൻസ് ഇന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി പോകുന്നത് ചില കൺഫർമേഷനോടെ ആയിരിക്കും. ഓൺലൈനിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്നവർ, നിങ്ങളിരിക്കുന്ന മുറിക്കകത്ത്, നിങ്ങളിരിക്കുന്ന ലിവിംഗ് റൂമിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. I feel in the heavy and the mighty presence of the Lord. Shakratala brahasu prehele andoloko shasanda mantra suko libra sheklena mantra hoshamlasi andarasi. ദാവീദിനെ അവർ കാണുക പ്രവാചകൻ അഭിഷേകം ചെയ്തു.
അഭിഷേകം ചെയ്ത് കഴിഞ്ഞിട്ട് യുദ്ധം കുറവായിരുന്നോ? എപ്പോഴും ഓർത്തോണം, നിങ്ങളുടെ മേളിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന് ടെസ്റ്റുകളുണ്ട്. ഈ ഇലക്ട്രീഷ്യന്മാരുടെ പോക്കറ്റിനകത്തൊരു സാധനം കാണും. ഉറപ്പെന്ന് പറഞ്ഞത് എന്നാണ്? ടെസ്റ്റർ. ഇലക്ട്രീഷ്യന്മാരുടെ പോക്കറ്റിൽ അത് കാണും. അവരത് കുത്തി നോക്കി, ഇങ്ങനെ കുത്തി നോക്കുന്നതിനകത്തൊരു ചെറിയ ലൈറ്റ് കത്തും. ലൈറ്റ് കത്തുമ്പോൾ അവർക്ക് മനസ്സിലാവും പവർ ഉണ്ടെന്ന്. ചിലപ്പം ദൈവം തമ്പുരാൻ ടെസ്റ്റർ എടുക്കും, പവർ ഉണ്ടോ എന്നറിയാൻ. നിന്റെ മേളിലിട്ട പവർ ഉണ്ടോ എന്നറിയാൻ. ഇടയ്ക്ക് ചില കരടിയെയും, ഇടയ്ക്ക് ചില സിംഹത്തെയും, ഇടയ്ക്ക് ചില ഗോലിയാത്തിനെയൊക്കെ നിന്റെ അടുത്തോട്ട് വീഴും. അത് ടെസ്റ്റർ വെച്ച് അടിച്ചു നോക്കുന്നത്. ഓ ഹല്ലേലൂയ! എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കി? ഹല്ലേലൂയ! ദാവീദ് ശൗലിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, യജമാനനെ, എന്റെ ഇത്രയും കോൺഫിഡൻസ് എനിക്ക് ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കാനുള്ള എന്റെ കോൺഫിഡൻസ് എന്തുവാണെന്നറിയാവോ? ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കാനുള്ള എന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, സിംഹം എന്റെ മുമ്പിൽ വന്നായിരുന്നു, ഞാൻ അതിനെ വലിച്ചു കീറി ദൂരെ കളഞ്ഞു. ദൈവത്തിന്റെ അഭിഷേകത്താണ്. കരടി എന്റെ മുമ്പിൽ എന്റെ ആടുകളെ പിടിച്ചായിരുന്നു, ഞാൻ അതിനെയും തീർത്ത് കളഞ്ഞു. ഈ സിംഹത്തെയും കരടിയൊക്കെ എന്നിലൂടെ തീർത്ത ദൈവം ഇപ്പൊ ഒളിവിലല്ല, ലീവിലല്ല, മോർച്ചറിയിലല്ല, കല്ലറയിലുമല്ല, കബറിലുമല്ല. കഴിഞ്ഞ നാളുകളിൽ എന്നെ നടത്തിയ ദൈവം ഇപ്പോഴും ഇതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുടെ നടുവിലൂടെ എന്നെ കൊണ്ടുപോയവൻ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം, കർത്താവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കും. ഹസ്ബൻഡ് വൈഫിനെ നോക്കി, വൈഫ് ഹസ്ബൻഡിനെ നോക്കി പറയണം, അച്ഛാ, മോളെ, അല്ലെങ്കിൽ ഭാര്യയുടെ പേരോ വിളിച്ച് നിങ്ങൾ എന്നാ പറയുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഹണിന്നോ മോളെന്നോ എന്ത് വിളിക്കുന്ന അറിഞ്ഞൂടാ. പറയണം, നമുക്ക് വലിയവനായൊരു ദൈവമുണ്ട്. ആ ദൈവം നമ്മളെ മനസ്സിലാക്കാത്ത ദൈവമല്ല. ഹല്ലേലൂയ! ആ ദൈവം നമ്മളെ മനസ്സിലാക്കുന്ന ദൈവമാണ്. അത് സിംഹം എൻ്റെ മുമ്പിൽ വന്നപ്പോഴും, കരടി എൻ്റെ മുമ്പിൽ വന്നപ്പോഴും, ഗോലിയാത്ത് എൻ്റെ മുമ്പിൽ വന്നപ്പോഴെല്ലാം ഈ ദൈവം അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ദൈവം എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലും പ്രൂവ് ചെയ്തിട്ടുള്ളവരെന്ന് കൈ ഉയർത്തി. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ, അയ്യോ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായോണ്ടാ അത് നടന്നേ, എന്തെങ്കിലും അനുഭവം ഉള്ളവരെന്ന് കൈ ഉയർത്തി കാണിച്ചു. ഹല്ലേലൂയ! ആ ദൈവം ഇപ്പോൾ ഒളിവിലോ, ലീവിലോ, കവറിലോ, കല്ലറയിലോ ഒന്നുമല്ല, ഷോക്കേസിലൊന്നും ഇരിക്കുമല്ല. Still he is working. നമ്മളുടെ ആ വിഷയത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് ദൈവം ശ്രദ്ധിക്കും. പക്ഷെ എവിടെങ്കിലും സങ്കടപ്പെട്ടു പോയാൽ, എവിടെങ്കിലും നിങ്ങളുടെ മനസ്സ് തകർന്നു പോയാൽ, കയ്യിൽ നിന്ന് പോകുന്ന സംഭവം വന്നാൽ പിന്നെ തമ്പുരാൻ ആ ത്രോണിൽ സിംഹാസനത്തിൽ ഇരിക്കില്ല കേട്ടോ. ചാടി വന്ന് നിന്നെ പിടിച്ചോളെ, കൊടുക്കുകയല്ല, വിട്ടുകൊടുക്കുക. ഒറ്റ രാത്രി കഴിഞ്ഞ് നേരം പുലർന്നു കഴിയുമ്പോൾ മൈൻഡും ബോഡിയും സ്പിരിറ്റും എല്ലാം റിഫ്രഷ്ഡ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഞാൻ ഇനി പറയുന്ന കാര്യം, എന്നെ ഇനി കുറച്ച് സമയം ഇതിലേക്ക് ആരും എഴുന്നേറ്റ് നടന്നോ കസേരയിൽ നിന്ന് എണ്ണീറ്റ് പോയി ഒന്നും ഡിസ്റ്റർബ് ചെയ്യരുത്. ഞാനൊരു പ്രൊഫറ്റിക് സെഷനിലോട്ട് കയറാൻ പോവാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലും നീ തഴയപ്പെട്ടിട്ടുണ്ട്, ഒറ്റപ്പെട്ടിട്ടുണ്ട്, തോറ്റുപോയി ഞാൻ എന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ആ തോൽവി ദൈവത്തിൻ്റെ മുൻപിൽ കണ്ണുനീരായും പ്രാർത്ഥനയായും സ്തോത്രമായും അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തമ്പുരാന്റെ കാലെ പിടിച്ച് അലറിക്കൂവി നീ കരഞ്ഞിട്ടുണ്ടെങ്കിൽ, മക്കളെ, എൻ്റെ യേശു അപ്പാടെ വരവ് വൈകിയാൽ നീ ഉറപ്പിച്ചോ, നീ എഴുതി വെച്ചോ, എൻ്റെ ദൈവം നിന്നെ മാനിച്ചിരിക്കും. പക്ഷേ
എസ്കേപ്പ് ചെയ്ത് പോകരുത്. തന്നെത്താൻ നമ്മളൊന്നും ഈ പത്രോസിന്റെ ലേഖനത്തിൽ പത്രോസ് പറയുന്നുണ്ട്, 1 പത്രോസ് 5:6 എൻ്റെ വിശ്വാസം. 1 പത്രോസ് 5:6. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണിരിക്കുവിൻ. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് അവിടെ കിടന്ന് ചാടലെന്ന് പറഞ്ഞു. അത് ഇരിക്കാനുള്ള സ്ഥലവാ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞോട്ടെ, പമ്മി ഇരിക്കാനുള്ള സ്ഥലവാ. അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കില്ല. വെയിറ്റ് ചെയ്യണം. നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ടും നമ്മളുടെ ബുദ്ധി കൊണ്ടും നമ്മളുടെ ഐഡിയകൾ കൊണ്ടും ചില കുരുത്തക്കേടൊക്കെ കാണിച്ച് നമ്മൾ ഒപ്പിച്ചെടുക്കുന്ന, നമ്മൾ ഉണ്ടാക്കിയെടുത്ത പണവും നമ്മൾ ഒപ്പിച്ചെടുത്ത മൈലേജും പ്രശസ്തിയൊക്കെ ഉണ്ടല്ലോ, പുട്ടിനകത്ത് പപ്പടം പൊടിയുന്നുണ്ടോ അതുപോലെ പൊടിഞ്ഞു പോകും. പക്ഷെ ദൈവം നീ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കാര്യം തുറന്നു തന്നാലുണ്ടല്ലോ, അത് ഉറപ്പുള്ള പാറയായിരിക്കും. എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതെനിക്കുള്ളതല്ലായിരുന്നു. അതിനകത്ത് എവിടേക്കോ എൻ്റെ കൊതികളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ കുറച്ച് പിടിവാശികളും ഒക്കെ ആ സാധനത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ എന്തെങ്കിലും ഒരു നന്മ ഇപ്പം നിലനിൽക്കുന്നെങ്കിൽ, വിട്ടുപോകാതെ നിൽക്കുന്നെങ്കിൽ, ഞാൻ എപ്പോഴും അത് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അനുഭവിക്കുന്ന ഒരു ട്രൂത്താണ് ദൈവത്തിൻ്റെ ഫേവർ. ചിലപ്പോഴൊക്കെ ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ എനിക്ക് തോന്നും, ഞാൻ എൻ്റെ കൂടെയുള്ള ജീനായോട് ചിലപ്പം പറയും, ജീന ഇവിടെ ഇരിപ്പുണ്ട്, മേളിലുള്ള ദൈവത്തിൻ്റെ ഫേവർ ഇല്ല ഞാനോ? ഇത് ഞാൻ ചിന്തിച്ച് കഴിഞ്ഞു. മണിക്കൂറുകൾക്കകത്ത് നീ എൻ്റെ ഫേവറേറ്റ് ആണെന്ന് ദൈവം പ്രൂവ് ചെയ്യും. ആ ഫേവർ ഒരു പ്രവാചകൻ വന്ന് പ്രവചിച്ച് പ്രാർത്ഥിച്ച് തലയെ കൈവച്ച് ഇമ്പാർട്ട് ചെയ്തതൊന്നും അല്ല. മനസ്സിലാവുന്നുണ്ടോ? ആ ഫേവർ എൻ്റെ ദൈവം ഞാൻ ആരെന്ന് മനസ്സിലാക്കി, എൻ്റെ കുറവും നിറവും എല്ലാം മനസ്സിലാക്കി അതെനിക്ക് തന്നിരിക്കുക. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് ദയ തോന്നണമെന്നുള്ളവനോട് ദയ തോന്നുകയും ചെയ്യും. ഞാൻ ഒരുത്തനെ ഉയർത്തുകയും മറ്റൊരുത്തനെ താഴ്ത്തുകയും ചെയ്യും. എന്നിട്ട് ദൈവം തമ്പുരാൻ ചോദിക്കുകയാണെന്ന് ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ ഒരുവനെ ഉയർത്തുന്നതിനാൽ നിനക്ക് കണ്ണ് കടിക്കുന്നു. ഹല്ലേലൂയ. ഒരാവശ്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവർക്കും ഒരുപോലെ ക്ലാസ് റൂമിൽ പരീക്ഷാ സമയത്ത് വിതരണം ചെയ്യും. ഒരു വിദ്യാർത്ഥിക്ക് പോലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാതിരിക്കത്തില്ല. ഞാൻ പഠിച്ച കാലത്ത് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയില്ലായിരുന്നു എന്നുള്ളവരൊന്ന് കൈ ഉയർത്തി. ഒരു വിദ്യാർത്ഥിക്ക് പോലും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാതിരിക്കത്തില്ല. എല്ലാവരും എക്സാം ആ ഹോളിൽ അറ്റൻഡ് ചെയ്യും. എന്നാൽ ആ ഹോളിനകത്ത് ഒത്തിരി ഉറക്കം ഉളച്ചവൻ, കഷ്ടപ്പെട്ടവൻ, പട്ടിണി കിടന്നവൻ, വാരാത്രിക്ക് എഴുന്നേറ്റ് പഠിച്ചവൻ ഇങ്ങനെ പടപടാ എഴുതും. സാർ ഒരു പേപ്പറും കൂടെ, സാർ ഒരു പേപ്പറും കൂടെ. ഉഴപ്പി നടന്ന് ഷാർജ ഷേക്കും കുടിച്ച് സിനിമയും കണ്ട് നടന്നവൻ ഒരു പേപ്പർ തികയ്ക്കാൻ കഷ്ടപ്പെടുകയാണ്. പിന്നെ അവനകത്ത് പടം വരയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ എക്സാം എഴുതുകയാണ്. നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോ, പരീക്ഷകൾ എല്ലാവരുടെയും മുമ്പിൽ വരും. പക്ഷേ ദൈവസന്നിധിയിൽ കഷ്ടപ്പെട്ടവൻ, കരഞ്ഞവൻ, പ്രാർത്ഥിച്ചവൻ, കാത്തിരുന്നവൻ, ഉറക്കമുളച്ചവൻ, അവൻ എഴുതി ജയിക്കും. അടുത്തിരിക്കുന്ന ആളോട് ഉറപ്പിച്ച് പറഞ്ഞോ, നീ തോറ്റു പോകത്തില്ല. പറഞ്ഞു, നീ തോറ്റു പോകത്തില്ല. ഹല്ലേലൂയ. തോറ്റുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. തോറ്റുപോയോ? എവിടെയെങ്കിലും തോറ്റുപോയെന്ന് തോന്നുന്നുണ്ടോ? പണി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? ഒന്നും മിണ്ടല്ലേ, ആവശ്യമില്ലാത്ത ഒന്നും പറയാൻ നിൽക്കല്ലേ. ഒന്ന് വെയിറ്റ്. കൈ കൊടുത്തു, എൻ്റെ പൊന്നു ബ്രദറെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒന്ന് പറയും സിസ്റ്റർ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇപ്പുറത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞു, ഇച്ചിരി സമയം ഒന്ന് ദൈവത്തിന് കൊടുത്തേ. ഒന്ന് ഇപ്പുറത്തിരിക്കുന്ന ഇച്ചിരി സമയം ദൈവത്തിന് കൊടുത്തു എന്ന്
ബഹളം ഉണ്ടാക്കാതെ. അതെങ്ങനെയാ? ദൈവത്തിന് നമ്മളോട് ഇടപെടാനുള്ളത് പറയാൻ നമ്മൾ ഇരിക്കുന്നു. നമ്മൾ കിടന്ന് അലിക്കില്ലേ? ദൈവത്തമ്പുരാൻ അറിഞ്ഞുകൂടാത്ത ഐഡിയ നമ്മൾ പറഞ്ഞു കൊടുക്കാല്ലേ? ദൈവം തന്നെ ചിന്തിക്കുന്നുണ്ട്, ഇവൻ ഇത്ര ഐഡിയയോ? ഹല്ലേലൂയ. പക്ഷെ ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട. ഈ ശാന്തമായി മൗനമായി പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഇരിപ്പുണ്ടല്ലോ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാ. പിശാച് അതിനെ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടെ കിടന്ന് അലയ്ക്കുക, ബഹളം ഉണ്ടാക്കുക, ആയി വന്നേക്കെ പറയുക. പിശാചിനറിയാം ഇവൻ പണ്ടേ ഇങ്ങനെ, ഇവൻ പറഞ്ഞിട്ട് കാര്യം. പക്ഷെ ഭയങ്കര പ്രശ്നങ്ങൾ വന്നിട്ടും വെല്ലുവിളികൾ വന്നിട്ടും ദാവീദേ 3-ാം സങ്കീർത്തനം എഴുതുമ്പോഴേ ദാവീദ് തന്റെ മകന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയപ്പോൾ, പാസ്റ്റർ ബൈബിളിന്റെ മേളിലെ അതിന്റെ റെഫറൻസ് ഉണ്ടെങ്കിൽ ഇത് എബി ബ്രദർ എന്തി 3-ാം സങ്കീർത്തനത്തിന്റെ മണ്ടയ്ക്ക് എഴുതിയിരിക്കുന്ന എന്നെ എബി പെട്ടെന്ന് വായിച്ചേ. 1-ാം വാക്യമല്ല, തൊട്ട് മുകളിൽ. ദാവീദ് തന്റെ മകനായ അബ്ശലോമിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. ഇത് സൂപ്പർ ഫാസ്റ്റ് പോലെ പോയാണല്ലോ, പതുക്കെ പറ. ദാവീദ് തന്റെ മകനായ അബ്ശലോമിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. സ്വന്തം മോൻ അപ്പനെ വീട്ടിൽ നിന്ന് ഓടിക്കുക. ഓടിക്കുന്നത് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാനല്ല, കൊല്ലാൻ, തീർത്ത് കളയാൻ. എങ്ങനെ ഉണ്ടാവും? അതെ, ഈ ഓടുന്ന മനുഷ്യൻ ആരാ? അറിയപ്പെടാത്ത ഒരാളാണോ? പ്രാർത്ഥിക്കാത്ത ആളാണോ? ഉപവസിക്കാത്ത ആളാണോ? കരയാത്ത ആളാണോ? ദൈവത്തോട് ബന്ധമില്ലാത്ത ആളാണോ? അഭിഷേകം ഇല്ലാത്ത ആളാണോ? അഭിഷേകമുള്ള ദൈവം വിളിച്ചു വേർതിരിച്ച ഇസ്രായേലിന്റെ മധുരഗായകൻ എന്ന് വിശേഷിപ്പിച്ച അതിശ്രേഷ്ഠനായ ദൈവദാസൻ വീട്ടിൽ സ്വസ്ഥതയില്ലാതെ പൂഴിമണ്ണ് വാരി മുകളിലോട്ട് എറിഞ്ഞ് ഓടുകയാണ്, തലയിൽ തുണിയുമിട്ട് സ്വസ്ഥതയില്ലാതെ ഓടുകയാണ്. മോനെ, എനിക്ക് ഈ ടെലിവിഷനിൽ 3-ാം സങ്കീർത്തനം തരണം. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. എന്നോട് എതിർക്കുന്നത് ഒരാളല്ല, അനേകരാകുന്നു. അവന് ദൈവത്തിൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. ഞാൻ ഇനി രക്ഷപ്പെടുകയില്ല. മോനെ മാറ്റല്ലേ, ഞാൻ പറഞ്ഞിട്ട് മാറ്റിയാൽ മതി കേട്ടോ. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. കാരണം സ്വന്തം മകൻ എനിക്കെതിരായി. എന്റെ ഭാര്യയായ മീഖൾ എനിക്കെതിരാണ്. ഈ ഒരു പക്ഷിയാണെങ്കിലും പകല് മുഴുവൻ പറന്ന് നടന്നിട്ട് ഒടുവിൽ വന്ന് കയറുന്ന ഒരു കൂടുണ്ട്, ഒരു പൊത്തുണ്ട്, ഒരു നെസ്റ്റ്, ഒരു കൂടുണ്ട്. ആ കൂട്ടിനകത്ത് ഈ പക്ഷിക്ക് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റിയാൽ, വഴക്കില്ലാതിരിക്കാൻ പറ്റിയാൽ, പകലൊന്നും കിട്ടിയില്ലെങ്കിലും ഇത് ഹാപ്പി ആയിരിക്കും. പക്ഷെ പകല് മുഴുവൻ പറന്ന് നടന്ന് വയറ് കൊക്ക് നിറയെ തൂങ്ങി ഫുഡും കിട്ടി കൂട്ടിനകത്ത് വന്ന് കയറുമ്പം ഭയങ്കര കൊത്തുകൂടലും അടിയും ബഹളമാണെങ്കിൽ ഈ പകല് മുഴുവൻ പറന്ന് നടന്നത് കൊണ്ട് ഒരു ഗുണമില്ല. ദാവീദ് അനുഭവിക്കുകയാണത്. പുറത്ത് യുദ്ധം, ഫിലിസ്തീന്മാർ യുദ്ധം, പല രാജ്യങ്ങൾ തന്നോട് യുദ്ധം ചെയ്യുന്നു, തന്റെ ഭാര്യ തന്നോട് യുദ്ധം ചെയ്യും, ഒടുവിൽ തന്റെ മകൻ തന്നോട് യുദ്ധം ചെയ്യും. അമ്മായിയപ്പനാണെങ്കിൽ, ശൗൽ എന്ന് പറയുന്ന തന്റെ അമ്മായിയപ്പനാണെങ്കിൽ തരം കിട്ടിയാൽ കൊല്ലാൻ നടക്കും. കുന്ത ഊരി ശൗൽ എറിഞ്ഞു ദാവീദിന് നേരെ. എന്നെ കുറിച്ച് പലരും പറയുന്നു എനിക്കിനി ഒരു ഭാവി ഇല്ലെന്ന്. ഞാൻ അഭിഷിക്തനാ, വിളിക്കപ്പെട്ടവനാ, എല്ലാമാ. അങ്ങനെ പലരും പറയുന്നു. എന്റെ സാഹചര്യം അതാ. പക്ഷെ എന്നെ അടുത്ത വാക്ക് ഞെട്ടിച്ചു കളഞ്ഞു. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാണ്. എനിക്ക് തല ഉയർത്തി നടക്കാൻ കഴിയാത്ത സാഹചര്യം ഉള്ള സ്ഥലത്തും എന്റെ തലയെ ഉയർത്തി നിർത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ചോ, അധരങ്ങൾ തുറന്നോ, ദൈവത്തിൽ നന്ദി പറഞ്ഞു. You are my shield. You are my glory, Lord. You are lifting up my head. ഇതാണ്
ഈ ആരാധനയിൽ കർത്താവ് നൽകുന്ന അതിപ്രധാനപ്പെട്ട സന്ദേശം. അതിപ്രധാനപ്പെട്ട സന്ദേശം. ദാവീദ് ചെന്നെടുത്തൊക്കെയും യഹോവ അവന് ജയം കൊടുത്തു. ശൗലിന് അവനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. വീട്ടിലെ ആക്രമണങ്ങൾക്ക് അവനെ തകർക്കാൻ കഴിഞ്ഞില്ല. ഭാര്യയ്ക്ക് അവനെ തകർക്കാൻ കഴിഞ്ഞില്ല. മക്കൾക്ക് തകർക്കാൻ കഴിഞ്ഞില്ല. അമ്മായിയപ്പന് തകർക്കാൻ കഴിഞ്ഞില്ല. നാട്ടുകാർക്കും കുടുംബക്കാർക്കും അയൽ രാജ്യങ്ങൾക്കും തകർക്കാൻ കഴിഞ്ഞില്ല. There is only one reason, the Lord is my shepherd. യഹോവ യഹോവ എൻ്റെ. പിന്നെ ഈ പുള്ളിക്ക് ഒരു പ്രശ്നം പറ്റി. അത് തന്നെത്താൻ തകർന്നതാണ്, ദൈവം തകർത്തല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, നമ്മുടെ മേളിൽ പകർന്നിരിക്കുന്ന ദൈവിക വിളിക്കും അഭിഷേകത്തിനും ശത്രുവില്ല. നമ്മുടെ മേളിൽ ദൈവം ഇട്ടിരിക്കുന്ന അഭിഷേകത്തെയും വിളിയെയും ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ, ബ്രേക്ക് ചെയ്യാൻ, ഡിസ്ട്രോയ് ചെയ്യാൻ, തകർത്ത് കളയാൻ കഴിയുന്ന പവറുള്ള ആരുണ്ട്? പക്ഷെ അത് തകർത്ത് കളയാൻ പറ്റുന്ന ഒരാളുണ്ട്, അത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്കല്ലാതെ അത് വേറെ ആർക്കും തകർക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നോ? ദാവീദിന്റെ മുകളിൽ കിടക്കുന്ന അഭിഷേകത്തെയോ പരിശുദ്ധാത്മാവിനെയോ തൊടാൻ ശൗല് പേടിച്ചു പോയി. ശൗലിനെ ഒരു മനുഷ്യന് പറ്റിയില്ല. പക്ഷെ ബർശേബയുമായി പാപം ചെയ്തിട്ട് ഈ പുള്ളി ദൈവത്തിന്റെ കാലേ വീണ് കിടന്ന് നില വിളിച്ച് പറയുന്നൊരു വാക്കുണ്ട്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ. കാരണം നമ്മൾ എത്ര ശക്തരാണെങ്കിലും, നമ്മൾ എത്ര വിളിയുള്ളവരാണെങ്കിലും, യഹോവ എൻ്റെ ഇടയനാണെങ്കിലും, എൻ്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടതാണെങ്കിലും, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നതാണെങ്കിലും, എൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്ന് മനഃപൂർവമായി ആ ദൈവഭയം നഷ്ടപ്പെട്ട് ഞാൻ പുറകോട്ട് വലിഞ്ഞ് അകന്നു മാറി ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾക്ക് എന്നെ കൊടുത്താൽ അതെൻ്റെ പരാജയത്തിനൊരു വഴിയാകും. അതർവൈസ് നിങ്ങൾ ഒരിക്കലും പേടിക്കുകയേ വേണ്ട. നിങ്ങളുടെ വീടിൻ്റെ മൂലയ്ക്ക് ഏതാണ്ടൊക്കെ തകടയിലും കൂടയിലും എഴുതി വെച്ച പുള്ളിക്കോ, അവിടെ ഇരുന്നോ പ്രാർത്ഥിക്കുന്ന, എതിർ പ്രാർത്ഥന നടത്തുന്ന ആക്കോ, രാഗുന്ന ആക്കോ, നിങ്ങളെ ചതിക്കുന്ന ആക്കോ, നിങ്ങൾ നന്നാകരുത് എന്ന് ചിന്തിക്കുന്ന ആക്കോ, നിങ്ങളെക്കുറിച്ച് വേണ്ടാത്തത് പറയുന്നവനോ ഒന്നും തന്നെ നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. അത് വിശ്വസിക്കുന്നില്ലേ? വേറെ എന്തെങ്കിലും ആണോ വിശ്വസിക്കുക? പറ്റുകയല്ല. ഒരു കാരണവശാലും അത് സാധ്യമല്ല. കാരണം ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും? എൻ്റെ വലത്ത് ഭാഗത്ത്, ഇടത്ത് ഭാഗത്ത് കോലും, വലത്ത് ഭാഗത്ത് വടിയും, പുറകിൽ നന്മയും കരുണയും, മുൻപിൽ ശത്രുക്കൾ കാണുക വിരുന്നും, തലയിൽ അഭിഷേകവും ഇരിക്കുമ്പോൾ ഒരു വഴിക്കൂടെയും എന്നെ തൊടാൻ പറ്റുകയില്ല. പിന്നെ തൊടാൻ പറ്റണമെങ്കിൽ ഇതെല്ലാം വിട്ടിട്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ള സത്യം മറന്നിട്ട് മറ്റൊരു വഴിയിൽ ഞാൻ തന്നെ സഞ്ചരിക്കണം. ഞാൻ തന്നെ സഞ്ചരിക്കണം. അതൊരു ഡേഞ്ചറസ് സോണാണ്. അങ്ങനെ സഞ്ചരിച്ചവർ എന്നെ കേൾക്കുന്നുണ്ട്. അങ്ങനെ സഞ്ചരിച്ചവർ ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരോടും കൂടെ കർത്താവ് പറയുന്നു, സ്റ്റിൽ നൗ, ടിൽ ടുഡേ, ഇപ്പോഴും the Lord Almighty is waiting for you. യഹോവ നിന്റെ ഇടയനായി നിന്നെ കാത്തിരിക്കുകയാണ്. നീ മടങ്ങി വന്ന് ആ കവറിങ്ങിനകത്തോട്ട് കയറിയാൽ തടിപ്പിച്ച കാളക്കുട്ടിയെ നിനക്ക് വേണ്ടി അറുക്കും. നിന്റെ കയ്യിൽ മോതിരം ഇടിയിക്കും, നിന്റെ കാലിന് ചെരുപ്പിടിയിക്കും, മേൽത്തരമായ അങ്കി നിന്നെ ധരിപ്പിക്കും. അവൻ നിന്നെ റിസ്റ്റോർ ചെയ്യും. വിശ്വസിക്കുന്നവർ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്നേ. ഇന്ന് പ്രീതി സിസ്റ്റർ പറഞ്ഞ വാക്യം ഇതാണ്, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. Enlarge the place of your tent and let the curtains of your habitation be stretched out. ഈ വാക്യം കർത്താവ് ഭയങ്കരമായിട്ട് ഇന്ന് പകൽ ഇടപെടുകയാണ്. നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ. മോനെ, യെശയ്യാവ് 54, എല്ലാവരും കയ്യിൽ ബൈബിൾ എടുത്തേ. യെശയ്യാ 54, 2, 3, 4 വാക്യങ്ങൾ ഉറക്കെ വായിച്ചേ. നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ അവർ നിവർക്കട്ടെ. തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീ നീട്ടുക, നിന്റെ കുറ്റികളെ നീ ഉറപ്പിക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്യാനാ പറഞ്ഞേക്കുന്നത്. ഞാൻ നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുമെന്നോ, ഞാൻ നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ നിവർക്കുമെന്നോ,
ഞാൻ നിന്റെ കയറുകളെ നീട്ടി കെട്ടുമെന്നോ, ഞാൻ നിന്റെ കുറ്റികളെ ഉറപ്പിക്കുമെന്നോ അല്ല എഴുതിയിരിക്കുന്നു. You have to do that yourself. ഇതിനകത്ത് പുതിയ എന്തെങ്കിലും ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെന്നെ കേൾക്കുന്നെങ്കിൽ, പുതിയ എന്തെങ്കിലും ഒരു സംരംഭത്തിന് വേണ്ടിയോ പുതിയൊരു കാര്യത്തിന്റെ തുടക്കത്തിനായോ കാല് വയ്ക്കാൻ കൊതിക്കുന്നവരുണ്ടെങ്കിൽ, അതൊരിക്കലും സാഹചര്യം കണ്ടും നിങ്ങളുടെ പ്രസന്റ് സിറ്റുവേഷൻ കണ്ടും നിങ്ങൾ ഗൂഗിളിലോ യൂട്യൂബിലോ നോക്കി പഠിച്ച ആ സംഭവങ്ങൾ കണ്ടും നിങ്ങൾ ഒരിക്കലും വിഡ്രോ ചെയ്യരുത്. നിന്റെ കൂടാരത്തിന്റെ സ്ഥലം വിശാലമാകുവാൻ നിന്റെ നിവാസങ്ങളുടെ തിരശീലകളെ നീ നിവർത്തണം. ആ കയറുകളെ നീ നീട്ടിക്കിട്ടണം, കുറ്റികളെ ഉറപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്തത് വാഗ്ദത്തമാണ്, നീ ഇടത്തോട്ടും വലത്തോട്ടും പരക്കും. ആരംഭം നിന്റെ സന്തതി ജാതികളുടെ ദേശം കൈവശമാക്കും. ശൂന്യ നഗരങ്ങളിൽ നിവാസികളെ പാർപ്പിക്കും. വീണ്ടും കർത്താവ് എന്ന് പറയുന്ന ഈ വേർഡ് നീ ഇന്ന് ഈ ആരാധനയിൽ ഉയർന്നു നിൽക്കുകയാണ്. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകത്തില്ല. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോകത്തില്ല. നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും. നിന്റെ വൈവിധ്യത്തിന്റെ നിന്ന് നീ ഓർക്കുകയില്ല. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് സ്നേഹത്തോടെ പിടിച്ചു പറഞ്ഞേ, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകത്തില്ല. ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകത്തില്ല. ഈ ആരാധനയിൽ യേശു എൻ്റെ ഇടയനാ, യേശു എൻ്റെ ഇടയനാ, എനിക്ക് കർത്താവ് മാത്രം മതി എന്നുള്ളവരെന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാണ്, കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാണ്, അധരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. ഞാൻ അവസാനം വായിച്ച വാക്യം എനിക്ക് പ്രസംഗിക്കണമെന്നുണ്ട്, പക്ഷേ ബിക്കോസ് ഓഫ് ടൈം ഐ വാണ്ട് ടു ഫിനിഷ് ദ സർവീസ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ കൂടാരങ്ങളുടെ നിവാസങ്ങളെ നിവർത്തട്ടെ, സാഹചര്യങ്ങളെ മാറ്റട്ടെ. ഇരു കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാണ്, ശബ്ദമുയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. Anything are you expecting today morning from the Lord? ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. ഈ ആരാധനയിൽ പങ്കെടുത്ത്, ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മീറ്റിങ്ങുകളിൽ വന്ന് പ്രാർത്ഥിച്ചോ, ഓൺലൈൻ വഴിയായിട്ടോ, ജീവിതത്തിൽ സൗഖ്യങ്ങളോ വിടുതലുകളോ ദൈവപ്രവൃത്തികളോ അനുഭവിച്ചവർ, ജോലി കിട്ടി, വഴി തുറന്നു, സൗഖ്യമായി, എൻ്റെ ആ പ്രശ്നത്തിൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്തു, എനിക്ക് ആ സൗഖ്യം ഉണ്ടായി, എനിക്ക് കുഞ്ഞുങ്ങളെ തന്നു, അങ്ങനെ ആ നിലകളിൽ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു പ്രവൃത്തി ചെയ്തു എന്ന അനുഭവം ഉള്ളവരെന്ന് കൈകൾ ഉയർത്തി. യൂട്യൂബിനകത്ത് ലൈവിൽ കാണുന്ന ഒരാൾ പറയുകയാണ്, കുണ്ട്രയിലെ മീറ്റിംഗിൽ വെച്ച് എൻ്റെ ത്രോട്ട് അലർജി സൗഖ്യമായി. ഞാൻ ലൈവിൽ കാണുന്നവരെ, യൂട്യൂബിൽ എന്നെ കാണുന്നവരെ ശ്രദ്ധിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എഴുതാം, ഈ ലൈവിൽ കാണുന്നവർക്കും നിങ്ങളുടെ ടെസ്റ്റ് മണി ഇപ്പോൾ എഴുതാം, ഈ ലൈവിൽ കാണുന്നവർക്കും എഴുതാം, ഈ മീറ്റിംഗ് കഴിഞ്ഞും കമന്റുകളായിട്ട് അത് എഴുതാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷെയർ യുവർ ടെസ്റ്റ് മണി. ഒത്തിരി പേർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു, ലൈവിൽ എന്നെ വാച്ച് ചെയ്യുന്നവർ. ഓക്കെ, പാസ്റ്റർ ക്വിക്കായിട്ടൊന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്, വളരെ പെട്ടെന്ന്. പക്ഷേ ഈ ശിശുവിന്റെ ജീവിതത്തിനകത്ത് കഴിഞ്ഞ ആഴ്ച വലിയ മിറക്കിൾ നടന്നു. രാത്രിയിൽ ഹാർട്ട് ബീറ്റ് കൂടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, ചേർത്തലേന്ന്. അവിടുന്ന് രാത്രിയിൽ ആംബുലൻസിലെ ലിസിയുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഏകദേശം 14 ടെസ്റ്റ് നടന്നു. ഹോസ്പിറ്റലിൽ കിടക്കയിൽ കിടന്നുകൊണ്ട് പാസ്റ്ററിന്റെ അഭിഷേകത്തിന്റെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ, കർത്താവ് നിങ്ങളെ പൂർണ്ണമായി സൗഖ്യമാക്കുന്നു എന്നൊരു മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ, അത് കഴിഞ്ഞ് ആമേശ്വരം ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ എല്ലാം നോർമലായി, പൂർണ്ണ സൗഖ്യത്തോടെ ഇവിടെയായിരിക്കും. ആ പ്രയാസം നിങ്ങളെ വിട്ടുപോയി, കംപ്ലീറ്റ് ആയിട്ട് പോയി. കൊടുത്തേ, മൈക്ക് കൊടുത്തേ. ഇപ്പോൾ ആ ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. അനിൽ പാസ്റ്റർ പറഞ്ഞത് ശരിയായിരുന്നോ? 100%. കൈകളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ദേവദാസനെ ക്വിക്കായിട്ട് പറഞ്ഞു, എബി ബ്രദറെ പറഞ്ഞാട്ട് ക്വിക്കായിട്ട്. സിസ്റ്ററിന്റെ പ്രിയം മകന് MD ഫാർമക്കോളജി ചെയ്യായിരുന്നു. പക്ഷെ അത് ഫൈനൽ ഇയർ തീസിസ് സബ്മിറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അതിന്റെ സാമ്പിൾസ് ഒന്നും കിട്ടാതെ സ്ട്രഗിൾ ചെയ്യായിരുന്നു. പാസ്റ്ററിനോട് പ്രാർത്ഥിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അന്ന് ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഓക്കെ, എന്താ എന്നാ പറയുന്നത്? പെട്ടെന്ന് തന്നെ ആ തീസിസ് കംപ്ലീറ്റ് ചെയ്യാനും അതിന്റെ റിസൾട്ട് വരാനും. മൈക്ക് കൊടുത്തേ, സഹോദരിയുടെ തീസിസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് അവന്റെ സാർ പറഞ്ഞു, അങ്ങനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം അതിന് തടസ്സം ഉണ്ടായിരുന്നല്ലേ? തടസ്സം ഉണ്ടായിരുന്നു. അതിന് കംപ്ലീറ്റ് ആകപ്പാട് ആദ്യം തന്ന പ്രോട്ടോകോള് അനുസരിച്ച് അവൻ കേസ് എടുത്തപ്പം കുറച്ച് കഴിഞ്ഞപ്പം സാർ പറഞ്ഞു ഇത് പോരാ, പ്രോട്ടോകോള് മാറ്റി അമെൻഡ് ചെയ്തപ്പോഴത്തേക്ക് അവനെ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയി. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എക്സ്റ്റെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ എക്സ്റ്റെൻഡ് ചെയ്തില്ല. ഞാൻ അവിടെ ചെന്നിട്ട് അവനൊന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ കഴിഞ്ഞ ജൂലൈ 6-ാം തീയതി പാസ്റ്ററിനോട് പാസ്റ്റർ പറഞ്ഞു ഓഗസ്റ്റ് 14-ാം തീയതി 15-ാം തീയതിക്ക് മുമ്പ് ഇവൻ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെ സാധിക്കും, ബിക്കോസ് ജൂൺ 30-ന്
ജൂൺ 30 സബ്മിറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് നവംബർ 30 ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് എങ്ങനെ സാധിക്കും എന്ന് അറിയത്തില്ല. ഞാൻ അമ്മയോട് നിന്ന് പറഞ്ഞു, അമ്മ എങ്ങനെ സാധിക്കും എന്ന് അറിയത്തില്ല. പക്ഷേ പാസ്റ്റർ പറഞ്ഞു ഓഗസ്റ്റ് 15 മുമ്പ് വെക്കുമെന്ന്. പക്ഷേ അത്ഭുതത്തോടുകൂടി സാറ് പറഞ്ഞു ഓക്കെ നീ എങ്ങനെയെങ്കിലും വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഓഗസ്റ്റ് 14 4:30 അവൻ തിസീസ് കംപ്ലീറ്റ് ചെയ്ത് അവൻ വെച്ചു. 14 4:30 ഓഗസ്റ്റ് 15 മുമ്പ് നടക്കുമെന്ന് പറഞ്ഞു. ഓഗസ്റ്റ് 14 വൈകിട്ട് 4:30 ദൈവം അത് ചെയ്തു. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്നോട് അവൻ പറഞ്ഞു, അമ്മ ഞാനൊന്നും പഠിച്ചില്ല, ഡിസീസ് വെക്കാൻ പറ്റത്തില്ല എന്നുകൊണ്ട് ഞാൻ പഠിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, നീ എങ്ങനെയെങ്കിലും എഴുന്നിട്ട്. ഒരു മാസം ഞാൻ ചണ്ഡീഗറിൽ PGI ചണ്ഡീഗറിൽ അവൻ ചെയ്തത്. അപ്പോൾ അവിടെ പോയി നിന്നു അവൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ ഫാർമക്കോളജി പാസ്സായി. കഴിഞ്ഞ ദിവസം കോൺവെക്കേഷൻ ആയിരുന്നു, കോൺവെക്കേഷനും കഴിഞ്ഞു. അത് ദൈവത്തിന്റെ ഒരു അത്ഭുതമായിട്ട്. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഈ ലൈവിൽ എന്നെ കാണുന്നവർ പൊക്കളയരുത്. ഇന്ന് ഈ മീറ്റിംഗ് നേരത്തെ നിർത്തിയത് തന്നെ നിങ്ങൾക്ക് വേണ്ടി സമയമെടുത്ത് പ്രാർത്ഥിക്കാനാണ്. ലൈവിലുള്ളവർ ഇപ്പം തന്നെ ഈ ലൈവ് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ്സോ മറ്റാർക്കെങ്കിലും ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൂടി ഇതിൻ്റെ ലിങ്ക് ഒന്ന് കൊടുത്തേക്കണം. അവരും കൂടെ ജോയിൻ ആകട്ടെ. ഈ ലൈവ് ഇന്ന് ഈ കൊച്ചി ചർച്ചിൽ വന്നവർ ഇന്നത്തെ ലൈവ് കഴിയുമ്പോൾ നിങ്ങളുടെ ഇന്നത്തെ മീറ്റിങ്ങിലുണ്ടായ എക്സ്പീരിയൻസുകൾ നിങ്ങളതിൽ മെൻഷൻ ചെയ്യണം. നിങ്ങൾ ചെയ്യുമോ അങ്ങനെ? കർത്താവ് നിങ്ങളോട് ഇടപെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, ലൈവിലുള്ളവർ കണ്ടിന്യൂ ചെയ്യണം. ലൈവ് അത് ഷെയർ ചെയ്യണം. വിതിൻ 5 minutes ഞാൻ നിങ്ങളിലേക്ക് വരികയാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇന്ന് ഈ ചർച്ചിൽ വന്നവരെയൊക്കെ കണ്ട് പ്രാർത്ഥിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. വേണ്ട, കുഴപ്പമില്ല, കുഴപ്പമില്ല. എല്ലാ ആഴ്ചകളിലും പറ്റാറില്ല. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ഗോഡ് ഈസ് ഗ്രേറ്റ്. പക്ഷേ ഇത് വലിയ അത്ഭുതമാണ്. 2023 എറണാകുളത്ത് നടന്നൊരു ക്രൂസൈഡിൽ പ്രിയ സിസ്റ്ററെ പാസ്റ്റർ മുന്നോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൾക്ക് 2026 തലമുറയുണ്ടാവും. ഇപ്പോൾ എൻ്റെ മകള് 8 മാസം ക്യാരിയാണ്. അവർക്ക് എത്ര വർഷമായിട്ട് തലമുറയില്ലായിരുന്നു? 4 വർഷമായിട്ട് തലമുറ. 4 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. 2026 നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തലമുറ ഉണ്ടാകുന്നത്. 8 months ക്യാരിങ് അല്ലേ? 8 മാസം. ഉറപ്പാണോ? പാസ്റ്റർ പറഞ്ഞേ, മൈക്ക് കൊടുത്തേ. എന്നായിരുന്നു, ഏത് മീറ്റിങ്ങിനായിരുന്നു പറഞ്ഞു? ഇവിടെ എറണാകുളത്തെ ക്രൂസൈഡ് നടന്ന സമയത്ത് നമ്മുടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ. ഓക്കെ, അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തലമുറ കർത്താവ് കൊടുക്കുമെന്ന് പറഞ്ഞു. 2026 കൊടുക്കുമെന്ന് പറഞ്ഞു. 26 കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം അതുകൊണ്ട് 2024 ഞാൻ ഇവിടെ ചർച്ചിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ പിന്നെ ഞാൻ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം പാസ്റ്റർ അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ മതി സിസ്റ്റർ എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. സ്തോത്രം. ഇപ്പോൾ അവർ ക്യാരിങ് ആണ്. കരങ്ങളടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞു. 2026 തലമുറകളെ കൊടുക്കുമെന്ന് പറഞ്ഞു. 2026 ഇന്ന് 8 മാസമായെങ്കിൽ അടുത്ത 2 മാസത്തിനകത്ത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞിനെ ദൈവർക്ക് കൊടുക്കാൻ പോവുക. ഈ സിസ്റ്റർ മെയ് മാസം 1-ാം തീയതി ഇവിടെ നടന്ന വെള്ളിയാഴ്ച നടന്ന മീറ്റിംഗിൽ പാസ്റ്റർ പറഞ്ഞു, നിങ്ങളുടെ വേദന ഉള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നാളുകളായി സിസ്റ്ററുടെ ബാക്ക് പെയിൻ ആയിരുന്നു. അരമണിക്കൂർ കൂടുതൽ നിൽക്കാൻ പറ്റില്ല. അന്നത്തെ ആ പ്രാർത്ഥനയിൽ കർത്താവ് പൂർണ്ണമായ വിടുതൽ കൊടുത്തു. എത്ര നാളായി ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു? ബാക്ക് പെയിൻ ഒരു 2-2.5 വർഷമായി. ഞാൻ ദുബായിലായിരുന്നപ്പോൾ നാട്ടിൽ വന്നിട്ട് ട്രീറ്റ്മെൻറ്റ് വരെ ചെയ്തു. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടൊന്നും എനിക്ക് ഒരു മാറ്റവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ടും എനിക്ക് ഭയങ്കരമായ പ്രശ്നങ്ങളായിരുന്നു. അവിടെ ഡിസ്കിൽ നീര് വീഴ്ച വരുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഡിസ്കിൽ നീര് വീഴ്ച വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് എത്ര നേരം എന്നാ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഞാൻ പ്രാർത്ഥിച്ച കർത്താവ് ചെയ്തത് മെയ് 1-ാം തീയതി പാസ്റ്റർ പറഞ്ഞിരുന്നു അസുഖമുള്ളടുത്ത് കൈവയ്ക്കാൻ പറഞ്ഞു. ഞാൻ വിശ്വാസത്തിൽ കൈവച്ചുകൊണ്ട് തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിലാണെങ്കിലും കുറേ നേരം നിന്ന് ജോലി ചെയ്യുമ്പോഴും ഇവിടെ വന്ന് ആലയത്തിൽ നിന്ന് നിൽക്കുമ്പോഴൊന്നും എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് സൗഖ്യം വന്നു കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പൊ എത്ര നേരം വേണേലും എനിക്ക് നിൽക്കാം. എനിക്ക് ഡിസ്കിന് ഒരു പ്രശ്നവും വരുന്നില്ല. ഒരു പ്രാവശ്യമില്ല. കൺഗ്രാജുലേഷൻ. ഈ ലൈവിലുള്ളവർ മെസ്സേജ് അയക്കുന്ന സൗണ്ട് ഇല്ല എനിക്കിവിടെ കാണാം ചാറ്റിൽ. കൈകളടിച്ച സൗഖ്യത്തിനൊന്ന് നന്ദി പറഞ്ഞു. ഈ മോളുടെ പേര് അതിഥി, 6 വയസ്സാണ്. കഴിഞ്ഞ മാർച്ച് 1-ന് ഇതിനൊരു പനിയും ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിട്ടു. മെനിഞ്ചൈറ്റിസ് ആണെന്നുള്ള ഫൈൻഡിങ് വന്നിട്ട് ഏകദേശം 10 ദിവസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. സഭയെ ഒരുമിച്ച് പ്രിയമകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ദൈവം ഒരു രോഗസൗഖ്യം അതിനകത്ത് വെളിപ്പെടുത്തി. അമ്മയുടെ കൊടുത്ത മൈക്രോഫോൺ. ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്നോ? മോൾക്ക് 2 ദിവസമായിട്ട് ഭയങ്കര തലവേദനയും ഛർദിയായിരുന്നു. പിന്നെ ഈ ലൈറ്റ് ഒന്നും നോക്കാൻ പറ്റത്തില്ല ഭയങ്കര. അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവരപ്പം തന്നെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു. അപ്പം ഞങ്ങൾ അന്നൊരു സൺഡേയാണ്. അപ്പം ഞങ്ങൾ എൻ്റെ അമ്മയുള്ള പാസ്റ്ററെ വിളിച്ചിട്ട് സംസാരിച്ചു. അപ്പോൾ സംഭവം ഡയഗ്നോസ് ചെയ്താൽ മാത്രമാണ് നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ പാസ്റ്റർ സംസാരിച്ച് ഇവിടുത്തെ പള്ളിയിൽ ആ സൺഡേയിലെ പ്രെയറൊക്കെ അതിനൊരു 11 മണിയോടുകൂടെ തന്നെ മോൾക്ക് CTയുടെയും നട്ടല്ലൊരു ടെസ്റ്റ് ഉണ്ട്, അതിൻ്റെ LP അതൊക്കെ
അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടി. മെനിഞ്ചൈറ്റിസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റി. പലപ്പോഴും ഇത് ഡയഗ്നോസ് ചെയ്യാതെ വരുമ്പോഴാണ് ഒരു വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് ആ പോകുന്നത്. പ്രാർത്ഥന കഴിഞ്ഞ് അവൾ സൗഖ്യമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് അത്ഭുതകരമായൊരു സൗഖ്യമായിട്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. കർത്താവ് ചെയ്തു. നിങ്ങൾക്കത് അത്ഭുതമാണെങ്കിൽ അത്ഭുതമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. യെസ് യെസ് പാസ്റ്റർ. പക്ഷേ ഈ സിസ്റ്ററിന് 6 മാസമായിട്ട് ജോലിയില്ലായിരുന്നു. കഴിഞ്ഞ സ്വന്തം മീറ്റിങ്ങിൽ ഇവിടെ അറ്റൻഡ് ചെയ്തു. നിങ്ങൾക്കെല്ലാം പുതിയൊരു വഴി തുറക്കുമെന്ന് കർത്താവിൻ്റെ അഭിഷിക്തൻ ഇങ്ങനെ ഇവിടെ പ്രൊഫസിയായിട്ട് വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ജോലി കിട്ടുവാൻ ദൈവം സഹായിച്ചു. ഇപ്പോൾ ജോലിക്ക് വഴി തുറന്നു. കരങ്ങളടിച്ച് ദൈവത്തെ ഫസ്റ്റ് ഇത് സിസ്റ്റർ അംബിക, ഇദ്ദേഹത്തിന് ബ്ലാഡറിൽ ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് ഇവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന് അത് പ്രാർത്ഥിപ്പിക്കുകയും അതിനെ തുടർന്ന് അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ അസുഖത്തിന് ഒരു ഭേദമുണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് സാക്ഷ്യം. ഇപ്പം വേദനയോ പ്രയാസമൊന്നുമില്ല? ഇടയ്ക്ക് വേദനയുണ്ട് വയറിന്, പറയാൻ വിഷമം. പിന്നെ ഞാൻ മരിച്ചു പോകുന്ന ഓർത്തതാണ്. ഞാൻ ഓക്കെ, നിങ്ങളെ ദൈവം പൂർണ്ണം 2 മാസം ഞാൻ കിടന്നു. എൻ്റെ മക്കള് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു. അധികം ഇതുണ്ടല്ലോ മരിക്കും. ഇല്ല, മരിക്കില്ല. കർത്താവ് നിങ്ങളെ സൗഖ്യത്തോടെ. നവംബറിൽ ഞാൻ ജോലിക്ക് പോയി ഹോം നേഴ്സായി.